ഇന്നത്തെ അല്പസമയത്തെ വചനധ്യാനത്തിനായിട്ട് ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. നമുക്ക് രണ്ട് വേദഭാഗങ്ങൾ ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുവാനായിട്ട് വായിക്കാം. ആദ്യമായിട്ട് എബ്രായ ലേഖനം 6-ാം അധ്യായം അതിന്റെ 18-19 വാക്യങ്ങളും, എബ്രായ ലേഖനം 6-ാം അധ്യായം അതിന്റെ 18-19 വാക്യങ്ങളും. അങ്ങനെ നമ്മുടെ മുൻപിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടിവന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് പോഷ്കു പറയുവാൻ കഴിയാത്തതുമായ രണ്ട് കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ. അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശീലയ്ക്കകത്തേക്ക് കിടക്കുന്നതുമാകുന്നു. അവിടേക്ക് യേശു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. മതി. രണ്ടാമതൊരു വാക്യം കൂടെ വായിക്കുവാനായിട്ട് അപേക്ഷിക്കുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യം. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യം. എന്നാൽ ബാലന്റെ അമ്മ യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അതിനെ അവൻ മതി. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ ജനമാണ്. അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നതിനാൽ സ്തോത്രം. ഞങ്ങളിവിടെ അങ്ങയുടെ പാദപീഠത്തിൽ കടന്നു വന്നിരിക്കുകയാണ്. ഞങ്ങളെ വിശേഷിപ്പിക്കുന്നത് അവിടുന്ന്. ഞങ്ങളുടെ അഭയം, ഞങ്ങളുടെ ആശ്രയം, ഞങ്ങളുടെ എല്ലാം അങ്ങ് മാത്രമാണ്. അങ്ങയിലേക്ക് ഞങ്ങളുടെ കണ്ണുകളെ ഉയർത്തുന്നു. ഞങ്ങൾക്ക് ഈ ദുഷ്കരമായ പാതയിൽ അങ്ങയെ അനുധാവനം ചെയ്യുവാൻ ആവശ്യമായിരിക്കുന്ന ആലോചന അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. അന്ധകാരത്തിൽ പ്രകാശം അങ്ങയുടെ വചനമാണ്. ഞങ്ങളുടെ ജീവിതത്തിന് നേർരേഖ കാണിക്കുവാൻ അവിടുത്തെ വചനം മതിയായത്. അവിടുത്തെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. ഇരുവായി തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും സന്ധിമഞ്ജകളെയും വേർപിടിപ്പിക്കുന്നത് വരെ തുളച്ചു ചെല്ലുന്നതുമാണ്. ഇന്ന് പകൽക്കാലം അങ്ങയുടെ വചനത്തിന്റെ ശക്തി ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും സ്തോത്രം ഹല്ലേലൂയ സ്പർശിക്കേണ്ടതിനായി യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. അവിടുന്ന് ഞങ്ങളെ ഉദ്ധരിക്കുന്നതിനാൽ സ്തോത്രം. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നതിനാൽ സ്തോത്രം. അവിടുത്തെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കാതെ വണ്ണം അവിശ്വാസികളുടെ മനസ്സിനെ മുൻവിധിയും അവിശ്വാസം വിട്ടുകൊണ്ട് തേജസ്സുള്ള വചനത്തിൽ നിങ്ങൾ അന്യപ്പെടുത്തുന്ന എല്ലാ അന്ധകാര ശക്തികളുടെ വ്യാപാരങ്ങളെയും കാൽവരി ക്രൂശിൽ ശത്രുവിന്റെ ആയുധവർഗം പിടിച്ചു പറിച്ചവരെ പരസ്യമായി കാഴ്ചയാക്കിയ, അവരെ പരാജയപ്പെടുത്തിയ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ശത്രുവിന്റെ സകല പദ്ധതികളുടെ മേലും വിജയം പ്രഖ്യാപിക്കുന്നു. അവിടെ നിങ്ങളെ ഒന്നിച്ചനുഗ്രഹിക്കുന്നു. വചനം ഞങ്ങളുടെ മേൽ അഭിഷേകമായി ആത്മീയ അനുഗ്രഹമായി പെയ്തിറങ്ങുവാനിടയാകണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. കർത്താവിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ഒരു പെന്തക്കോസ്ത് സഭാ ശുശ്രൂഷകനായി ദീർഘവർഷങ്ങളായി സേവനമനുഷ്ഠിച്ചു വരുന്നതുകൊണ്ട് ആ ശൈലി ഒരുപക്ഷെ പുതുതായി വിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ സത്വാന്വേഷികളായി കടന്നു വരുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരുപക്ഷെ ദുഷ്കരമായതുകൊണ്ട് എന്റെ പ്രസംഗത്തിന്റെ ശൈലി ഒരല്പം വ്യത്യാസപ്പെടുത്തി അല്പം ലഘുവായി ഞാൻ ഇന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയോടെ സഹകരിക്കുവാനും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ആയിരിക്കാനും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നാം വായിച്ച 2 വേദഭാഗങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലെ വളരെ പരിചിതമായ 2 വേദഭാഗങ്ങളാണ്. വിശുദ്ധ തിരുവെഴുത്തിനെ കുറിച്ച് ഞാൻ 1-2 വാക്കുകളിൽ ഓർപ്പിച്ചിട്ട്
എന്റെ പ്രസംഗ വിഷയത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ തിരുവെഴുത്ത് അഥവാ വിശുദ്ധ ബൈബിൾ അഥവാ വേദ പുസ്തകം, വേദപുസ്തകത്തെ കുറിച്ച് തന്നെ വേദപുസ്തകം തന്നെ സാക്ഷ്യം നൽകുന്നു. വിശുദ്ധ വേദപുസ്തകത്തെ കുറിച്ച് തന്നെ പറയുന്നത് ഇങ്ങനെയാണ്: എല്ലാ തിരുവെഴുത്തും ദൈവ ശ്വാസീയമാണ്. എല്ലാ തിരുവെഴുത്തും. ദൈവവചനത്തെ നാം എപ്പോൾ സമീപിക്കുമ്പോഴും, ദൈവവചനത്തോട് നാം എപ്പോൾ അടുത്തു വരുമ്പോഴും നമ്മുടെ മനസ്സിൽ സ്ഥായിയായി സ്ഥാനം പിടിച്ചിരിക്കേണ്ട വളരെ വളരെ സത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ട പരമമായ സത്യം ഈ വിശുദ്ധ വചനത്തിലെ ഓരോ വരികളും ഓരോ വാക്കുകളും അതിന്റെ ആശയങ്ങളും ദൈവത്തിൽ നിന്ന് മനുഷ്യന് ദൈവമായി തന്നെ നൽകപ്പെട്ട ദൈവിക ആലോചനകളാണ്. എല്ലാ തിരുവെഴുത്തും ദൈവ ശ്വാസീയമാണ്. ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തികൾക്കും വകപ്രാപിച്ച് തികഞ്ഞവരാകണം. പ്രൈസ് ഗോഡ്. ദൈവത്തെ പോലെ മനുഷ്യരെ പണിതെടുക്കുന്ന ദൈവത്തിന്റെ ആയുധമാണ് ദൈവത്തിന്റെ വചനം. പ്രൈസ് ഗോഡ്. എന്തുകൊണ്ട് ദൈവം മനുഷ്യനെ പണിയുവാൻ ആഗ്രഹിക്കുന്നു? എന്തുകൊണ്ട് ദൈവവചനം നമുക്ക് നൽകപ്പെട്ടു? വിശുദ്ധ വേദപുസ്തക ചരിത്രത്തിലേക്ക് ഒരല്പം സ്തോത്രം ഹല്ലേലൂയ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ അതിന്റെ ഉദ്ദേശത്തെ കുറിച്ച് ഒരു സ്തോത്രം അല്പമായ വിശദീകരണമെങ്കിലും എനിക്ക് നൽകുവാൻ കഴിയും. വേദപുസ്തകം വളരെ ശക്തമായി വളരെ വ്യക്തമായി പ്രഖ്യാപിക്കുന്ന മഹാസത്യം, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു എന്നുള്ളത് ദൈവവചനം നൽകുന്ന അനിശ്ചിതമായ സത്യമാണ്. പ്രൈസ് ഗോഡ്. വേദപുസ്തകം പറയുന്നു, നിലത്തിലെ പൊടിയിൽ നിന്ന് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. നിലത്തിലെ പൊടിയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടിപ്പിനെ കുറിച്ച് ദൈവം പറയുന്നു, ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നാം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു പരമമായ സത്യമുണ്ട്. നമുക്ക് തന്നെ നമ്മെക്കുറിച്ചുള്ള ഒരു സ്തോത്രം പരമമായ സത്യം മനസ്സിലാക്കി തരുന്നത് തിരുവെഴുത്താണ്. ലോകം മനുഷ്യനെ കുറിച്ചുള്ള വികലമായ സങ്കല്പങ്ങളിലും തത്വശാസ്ത്രങ്ങളിലും വിശ്വസിച്ച് തങ്ങളെ തന്നെ നശിപ്പിച്ചുകൊണ്ട് നാശോന്മുഖമായ പന്താവിൽ ചലിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ കണ്ണോടിച്ച ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. മനുഷ്യൻ എവിടെ നിന്ന് വന്നുവെന്നും എന്തിന് ഭൂമിയിലായിരിക്കുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും മനുഷ്യന് സ്തോത്രം തിരിച്ചറിയുവാൻ കഴിയാത്തതിന്റെ പരിണിത ഫലമായി സ്തോത്രം ഹല്ലേലൂയ താൻ തന്റെ വില മനസ്സിലാക്കാതെ തങ്ങളെ തന്നെ നശിപ്പിച്ചുകൊണ്ട് സ്തോത്രം ഹല്ലേലൂയ നാശത്തിന്റെ ഇരകളായി, മരണത്തിന്റെ ഇരകളായി, പാതാളത്തിന്റെ ആടുകളായി, മരണമെന്ന ഇടയനാൽ മേയ്ക്കപ്പെടുന്ന ഒരു സ്തോത്രം ദയനീയ കാഴ്ചയാണ് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നാം കണ്ണോടിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്. ഇന്ന് പകൽക്കാലം മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം, ദൈവത്തിന്റെ സൃഷ്ടിയാണ്, അല്ല ദൈവ സൃഷ്ടിയുടെ മണിമകുടമാണ് മനുഷ്യൻ. സ്തോത്രം ഹല്ലേലൂയ. എന്നെയും നിന്നെയും സ്തോത്രം പുറമേ കാണുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ ഒരു ആകൃതി ഉണ്ടല്ലോ, ഈ ആകൃതിയല്ല ദൈവം. സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം നാം ദൈവത്തെ പോലെ ആയിരിക്കുന്നു എന്നുള്ളതിന്റെ സ്തോത്രം തെളിവ്. പിന്നെയോ എന്റെയും നിന്റെയും ഉള്ളിൽ സ്തോത്രം ഒരിക്കലും നശിച്ചു പോകാത്ത ദൈവീക അംശം അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനെ നമ്മിൽ സ്തോത്രം ദൈവം സ്ഥാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്
എന്നെയും നിന്നെയും ദൈവോന്മുഖമായി ജീവിക്കുവാൻ ദൈവം സൃഷ്ടിച്ചു എന്നുള്ളതിന്റെ പരമമായ തെളിവ്. Praise God. Praise the Lord. സ്തോത്രം. എന്നെയും നിന്നെയും ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചിരിക്കുന്നു. ദൈവിക സ്തോത്രം ഹല്ലേലൂയ അംശം അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് സകല മനുഷ്യരിലും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു. ഈ മനുഷ്യൻ പാപത്തിന്റെ പരിണിത ഫലമായി ദൈവത്തിൽ നിന്ന് സ്തോത്രം അകന്നതോടുകൂടെ അവന്റെ ആത്മാവും ദൈവവുമായുള്ള അവന്റെ ബന്ധം എന്നേക്കുമായി സ്തോത്രം വേർപെട്ടു പോയി. ദൈവത്തോട് കൂടെ ദൈവത്തെ അടുത്തറിഞ്ഞ് ദൈവത്തെ എന്നും ആസ്വദിച്ച് ദൈവത്തിന്റെ ഊഷ്മളമായ കൂട്ടായ്മ അനുഭവിച്ച് ദൈവത്തോട് കൂടെ നിത്യം വസിക്കുവാനായി ദൈവം വിഭാവന ചെയ്തതാണ് മനുഷ്യനെ. പക്ഷേ ദൈവനിഷേധം കൊണ്ടും ദൈവത്തോടുള്ള മത്സരം കൊണ്ടും ദൈവത്തിൽ നിന്ന് എന്നേക്കുമായി മനുഷ്യൻ സ്തോത്രം സ്വയം ഒഴിഞ്ഞു മാറി. ദൈവം അവനെ അകറ്റിയതല്ല, അവൻ സ്തോത്രം ദൈവത്തിന്റെ അംശം അല്ലെങ്കിൽ ദൈവിക സ്വഭാവങ്ങൾ അവന് നൽകിയത് കൊണ്ട് സ്തോത്രം ദൈവം നൽകിയ അതേ അധികാരം അതേ പദവി അവൻ ദുർവിനിയോഗം ചെയ്ത് ദൈവത്തോട് സ്തോത്ര സംബന്ധം വേണ്ട എന്ന് അവന് നൽകിയ എല്ലാ കഴിവുകളോടും കൂടെ അവൻ പറഞ്ഞ് ദൈവത്തെ മനഃപൂർവ്വം നിഷേധിച്ച് പുറത്താക്കുകയായിരുന്നു. ദൈവം ഒരിക്കലും ഒരു മനുഷ്യനെ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിന്റെ പരമമായ അധികാരത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം വടികൊണ്ട് ഒരു സ്തോത്രം ഹല്ലേലൂയ കേവല സ്തോത്രം ഹല്ലേലൂയ മെഷീൻ പോലെ പ്രവർത്തിക്കുവാൻ ദൈവ മനുഷ്യനെ കുറിച്ച് ആഗ്രഹിച്ചില്ല. സ്വന്തമായി തിരഞ്ഞെടുക്കുവാനും സ്വന്തമായി ചിന്തിക്കുവാനും സ്വന്തമായി പ്രവർത്തിക്കുവാനും സ്വന്തം ഇഷ്ടങ്ങൾ ഹല്ലേലൂയ ചെയ്യുവാനും ഒക്കെയുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ദൈവ മനുഷ്യനെ നൽകി. അതുകൊണ്ടാണ് ദൈവ മനുഷ്യനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. Praise God. ദൈവത്തിന് മാത്രമേ സ്തോത്രം ഹല്ലേലൂയ സ്വന്തമായ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുവാനുള്ള അധികാരവും പദവിയും ഉള്ളൂ എന്ന് സ്തോത്രം ഹല്ലേലൂയ നാം ചിന്തിക്കുന്നെങ്കിൽ അതേ അധികാരവും അതേ സ്വാതന്ത്ര്യവുമാണ് ദൈവം നമുക്ക് നൽകിയത്. പക്ഷേ ദൈവം മനുഷ്യന് നൽകിയ ആ വലിയ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അവൻ ആദ്യം ചെയ്തതെന്താണെന്നറിയാമോ? അവനെ സൃഷ്ടിച്ച ദൈവത്തിന്റെ മുഖത്ത് നോക്കി അവൻ പരസ്യമായി പറഞ്ഞു, ദൈവമേ, നിന്റെ വഴികളല്ല സ്തോത്രം പരമമായിരിക്കുന്നത്, അതിനേക്കാൾ ഉപരിയായി എന്റെ ഇഷ്ടമാണ് സാധ്യമാക്കേണ്ടത് സ്തോത്രം എന്ന് പറഞ്ഞ് ദൈവത്തോട് വിഘടിച്ച മനുഷ്യൻ. ഈ മനുഷ്യൻ സ്തോത്രം മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യനെ ഭൂമിയിലെ പൊടി കൊണ്ട് ദൈവം സൃഷ്ടിച്ചിട്ട് അവന്റെ മൂക്കിലേക്ക് എന്ത് ചെയ്തെന്നറിയാമോ? ജീവശ്വാസം ഊതി. ദൈവത്തിന്റെ ജീവൻ അവനിലേക്ക് എന്ത് ചെയ്തു? പകർന്നു. ദൈവത്തിന്റെ ജീവൻ അവനിലേക്ക് പകർന്നപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായിട്ട്. ഈ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയാമോ? ദൈവനിഷേധം കൊണ്ട് ദൈവവും അവനുമായുള്ള ബന്ധത്തെ എന്ന് സ്തോത്രം ഹല്ലേലൂയ എന്നേക്കുമായി അവൻ വിഭാഗിച്ചു കളഞ്ഞു. അല്ലെങ്കിൽ ദൈവം അവനുമായി ബന്ധപ്പെടേണ്ടുന്ന കമ്മ്യൂണിക്കേഷൻ ഹല്ലേലൂയ അവൻ വിഭജിച്ചു കളഞ്ഞു അല്ലെങ്കിൽ വിച്ഛേദിച്ചു കളഞ്ഞു. വേദപുസ്തകം പറയുന്നു സ്തോത്രം ഹല്ലേലൂയ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് പറഞ്ഞു, തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും. മരിക്കും എന്നവിടെ പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം സ്തോത്രം ഹല്ലേലൂയ അവനെ സൃഷ്ടിച്ച ദൈവവുമായുള്ള അവന്റെ ബന്ധം അവസാനിക്കുന്നു. മരണം എന്നുള്ള വാക്കിന്റെ അർത്ഥം ഇറ്റേണൽ സെപ്പറേഷൻ ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്നുള്ള എന്നേക്കുമായുള്ള വേർപാടാണ് മരണം എന്ന വാക്കുകൊണ്ട് സ്തോത്രം വേദപുസ്തകം വിവക്ഷിക്കുന്നത്. നമ്മളൊക്കെ മരണം എന്ന് പറഞ്ഞ
പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്തോത്രം നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ ജീവൻ പോകുന്നതാണ് എന്ന് പറഞ്ഞാൽ ഈ ലോകവുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ദൈവം സൃഷ്ടിച്ച മനുഷ്യനോട് ദൈവം പറഞ്ഞ വാക്കിന്റെ അർത്ഥം സ്തോത്രം നീ പാപം ചെയ്യുന്ന നാളിൽ സ്തോത്രം ഹല്ലേലൂയ നിന്റെ സൃഷ്ടിതാവും നീയുമായുള്ള ബന്ധം അവസാനിക്കും. ശ്രദ്ധിക്കണേ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ്. ഈ മനുഷ്യന് ദൈവം നൽകിയ എല്ലാ കഴിവുകളും എല്ലാ വൈഭവങ്ങളും എല്ലാ താലന്തുകളും എല്ലാ മൂല്യങ്ങളും സ്തോത്രം അവനിൽ ഉള്ളപ്പോൾ തന്നെ അവന്റെ സ്വന്തം സ്വാതന്ത്ര്യവും ഇച്ഛയും വിൽപ്പവറും എല്ലാം ഉപയോഗിച്ചാണ് അവൻ ദൈവത്തെ നിഷേധിച്ചത്. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകന്നു. ഈ അകന്നു പോയ മനുഷ്യനെ സ്തോത്രം ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ കൃപയിൽ സ്നേഹമാക്കാൻ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തെ കുറിച്ച് പഠിക്കുന്ന ഓരോ ഹല്ലേലൂയ സമയങ്ങളിലും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ദൈവത്തിൽ നിന്ന് അകന്നു പോയ മനുഷ്യനെ സ്തോത്രം ഹല്ലേലൂയ ദൈവം ഒരിക്കലും തള്ളിക്കളഞ്ഞില്ല. കരങ്ങൾ ഉയർത്തുന്ന ദൈവത്തെ സ്തുതിക്കാം. ഇന്നും ഞാൻ നിങ്ങളോട് പറയാം, ഇന്നും നാം ദൈവത്തെ അറിയാത്തവരെങ്കിലും ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കരം നമ്മുടെ പിന്നാലെ. ഞാനും നീയും ഇന്ന് ഈ രാജ്യത്ത് ആയിരിക്കുന്നത് അല്ല, അതിലുപരിയായി രണ്ട് കണ്ണും രണ്ട് കാലും രണ്ട് കൈയും സ്തോത്രം ജീവന്റെ അവകാശിയുമായി സ്തോത്ര സ്വാതന്ത്ര്യത്തോടെ നീ ഇവിടെ നടന്നു വന്നത് ദൈവത്തിന്റെ മഹാ അത്ഭുതങ്ങളിൽ അത്ഭുതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കരങ്ങളുയർത്തി ദൈവത്തെ സ്തുതിച്ചു. സ്തോത്രം ഹല്ലേലൂയ. എത്രയോ പേരെ നമുക്ക് നമ്മുടെ ചുറ്റുപാടിൽ കാണുവാൻ കഴിയുന്നു. സ്തോത്രം ഹല്ലേലൂയ. ആഗ്രഹമുണ്ടായിട്ടും നമ്മെ പോലും എഴുന്നേറ്റ് നടക്കുവാൻ കഴിയാത്തവർ സ്തോത്രം ജന്മം മുതൽ ഹല്ലേലൂയ സ്തോത്രം ഈ മനോഹരമായ പ്രപഞ്ചത്തെ കണ്ണു തുറന്നൊന്ന് കാണുവാൻ കഴിയാത്ത ആയിരങ്ങൾ എനിക്ക് ചുറ്റുമുള്ളപ്പോഴാണ് സ്തോത്രം എനിക്ക് നിനക്കും ദൈവം ഈ വലിയ ഭാഗ്യം നൽകി ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ കുറിച്ച് കേൾക്കുവാൻ, ദൈവത്തെ ആസ്വദിക്കുവാനുള്ള അനുഗ്രഹീതമായ അവസരങ്ങൾ നൽകി തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഒരു കാര്യം നീ മനസ്സിലാക്കണം, നീ ജീവനോടെ രണ്ട് കാലിൽ എഴുന്നേറ്റ് നിൽക്കുന്നെങ്കിൽ അത് ദൈവത്തിന്റെ അത്ഭുതമാണ്. ഇന്ന് പകൽക്കാലം ആ ദൈവത്തെ തിരിച്ചറിഞ്ഞ് അവന് വേണ്ടി ജീവിക്കുമെന്നുള്ള പൂർണ്ണ ഹൃദയ സമർപ്പണത്തോടുകൂടെ മാത്രമേ ദൈവ സന്നിധാനം നീ വിട്ടുപോകാവൂ. ഞാൻ ഹല്ലേലൂയ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. സ്തോത്രം. ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ സ്തോത്രം ദൈവനിഷേധം കൊണ്ട് ഹല്ലേലൂയ ദൈവത്തിൽ അകന്ന മനുഷ്യനെ ദൈവം തള്ളിക്കളഞ്ഞു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിന്റെ സൃഷ്ടി സ്തോത്രം ആദ്യത്തെ സൃഷ്ടി മനുഷ്യനല്ല. ഇതിനു മുൻപേ ദൈവം സ്തോത്രം ഹല്ലേലൂയ സൃഷ്ടിതാവായിരുന്നു. അവന്റെ സ്തോത്രം സൃഷ്ടിയിലെ സ്തോത്രം ഒരു വിഭാഗം സ്തോത്രം ഹല്ലേലൂയ സൃഷ്ടിയായിരുന്നു ദൂതന്മാർ. വിശുദ്ധ വേദപുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നു. ദൂതന്മാർ സ്തോത്രം ദൈവത്തെ ആരാധിക്കേണ്ടതിന് ദൂതന്മാരെ ദൈവം സൃഷ്ടിച്ചു. അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നു. അവർ ദൈവത്തിന് മഹത്വം കരേറ്റിക്കൊണ്ടിരുന്നു. അവർ സ്തോത്രം ഉത്തരഗിരിയായ സിയോൻ പർവ്വതത്തിൽ ദൈവമുഖം കണ്ടുകൊണ്ട് ദൈവത്തെ നിരന്തരം വാഴ്ത്തിപ്പാടുന്ന കെരൂബുകൾ സ്തോത്രം ഒരു വേള അവരുടെ ഹൃദയത്തിൽ ഇങ്ങനൊരു ചിന്ത അങ്കുരിച്ചു. എന്താണെന്നറിയാമോ? ഞാൻ അത്യുന്നതൻ മീതെ കയറും, അവന്റെ സിംഹാസനം ഞാൻ പിടിച്ചെടുക്കും, അവനേക്കാൾ ഉന്നതത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഞാൻ എന്റെ സിംഹാസനം വെക്കുമെന്ന് പറഞ്ഞ് ദൂതന്മാർ ദൈവത്തോട് മത്സരിച്ചപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ദൈവം സ്വർഗം തുറന്ന് അരുളി ചെയ്തു. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഞാനവനെ എന്നേക്കുമായി വെട്ടിക്കളയും, അവന് ഉദ്ധാരണം ഉണ്ടാകുകയില്ല. സ്തോത്രം. ദൂതന്മാർ പാപം ചെയ്തപ്പോൾ, ദൂതന്മാർ വികളിച്ചപ്പോൾ, ദൂതന്മാർ ദൈവ നിഷേധത്തിന്റെ പാത തിരഞ്ഞെടുത്തപ്പോൾ ഹല്ലേലൂയ അവരെ വീണ്ടും ഉദ്ധരിക്കുവാൻ ദൈവം ഒരു പദ്ധതി ആവിഷ്കരിച്ചില്ല. പക്ഷേ മണ്ണിൽ നിന്ന് മൺകുഹാരയിലെ കൂടുകളായി സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തെ നിഷേധിച്ചപ്പോൾ
സ്തോത്രം. ഹല്ലേലൂയ. അവൻ തിരഞ്ഞെടുത്ത പദ്ധതി എന്താണെന്നറിയാമോ? സ്തോത്രം. പാപം ചെയ്ത മനുഷ്യൻ എന്നേക്കുമായി മരണത്തിനും എന്നേക്കുമായുള്ള നിത്യശിക്ഷാവധിക്കും ഓഹരിക്കാരനായി തീർന്നപ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, മനുഷ്യന് സ്വയമായി അവന്റെ രക്ഷ, ഹല്ലേലൂയ, സ്തോത്രം, കരഗതമാക്കുവാൻ, സ്വായത്തമാക്കുവാൻ അവൻ ബലഹീനനെന്ന് ദൈവം കണ്ട്, സ്തോത്രം, തന്റെ ഓമനകുമാരനായ മകനെ യേശു ക്രിസ്തുവിനെ പാപത്തിന്റെ പരിണിത ഫലമാകുന്ന മരണം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, യേശുവിനെ മേൽ നിയോഗിച്ച് യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചു. അവൻ മാനവരാശിയുടെ പാപത്തിന്റെ പരിണിത ഫലമാകുന്ന, പാപത്തിന്റെ ശമ്പളമാകുന്ന മരണം യേശു സ്വയം ഏറ്റെടുത്തുകൊണ്ട് മാനവജാതിയുടെ മുഴുവൻ നിത്യ നരകവും നിത്യ മരണവും യേശു കാൽവരി ക്രൂശിൽ ചുമന്നൊഴിച്ചു. ഞാൻ അല്പം കൂടെ വിശദമായി വിശദീകരിക്കേണ്ട കാര്യമാണ്. സ്തോത്രം, ഹല്ലേലൂയ. മാനവരാശിക്ക് വേണ്ടി, ഹല്ലേലൂയ, മാനവരാശി ദൈവത്തിൽ നിന്നേക്കുമായി അകന്നു പോകാതിരിപ്പാൻ, ഹല്ലേലൂയ, ദൈവത്തിൽ നിന്നുള്ള നിത്യമായ വേർപാടാകുന്ന മരണം, ഹല്ലേലൂയ, യേശു ക്രിസ്തുവിന്റെ മരണം കൊണ്ട് ദൈവം ചെയ്തു. സ്തോത്രം, നീക്കി. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ഞാൻ ഈ ആശയം പറയുമ്പോൾ നിങ്ങൾക്കൊരു പുതിയ തത്വശാസ്ത്രം പോലെ മാത്രമേ ഇരിക്കുന്നുള്ളൂ. നോ, സ്തോത്രം, ഇതൊരു തത്വശാസ്ത്രമല്ല, ഇതൊരു ഐഡിയോളജി. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ നീയും ഇന്ന് ഈ ഭൂമുഖത്ത് കാലൂന്നി നിൽക്കുന്നത് സത്യമെങ്കിൽ, അനധിവിദൂര ഭാവിയിൽ ദൈവമൊരുക്കുന്ന നിത്യതയിൽ നാം, സ്തോത്രം, ഇന്ന് ഭൂമിയിൽ കാലൂന്നി നിന്നുകൊണ്ട് ഇവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് പോലെ നിത്യതയിൽ ദൈവത്തിന്റെ മുഖം കണ്ടുകൊണ്ട് അവരോടൊപ്പം നിത്യം നിത്യം അവരെ ആരാധിക്കുന്ന ഒരു സുദിനമുണ്ടെന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. മനുഷ്യനെ പലപ്പോഴും വർത്തമാന കാല ആവശ്യങ്ങൾ, സ്തോത്രം, മനുഷ്യന് അവന്റെ അനുദിന ആവശ്യങ്ങൾ ഗൗരവമായി തീരുന്നത് കൊണ്ട് പലപ്പോഴും, സ്തോത്രം, അതിന്റെ ഒരു പൂർത്തീകരണത്തിനോ നിർവഹണത്തിനോ വേണ്ടി മാത്രം ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു പ്രവണത മനുഷ്യനുണ്ട്. ലോകത്തിലുള്ള എല്ലാ മതങ്ങളും, സ്തോത്രം, ഹല്ലേലൂയ, പുതിയതായി രൂപം കൊള്ളുന്ന മതങ്ങളും പൂർവ്വമതങ്ങളെല്ലാം, സ്തോത്രം, ഹല്ലേലൂയ, മനുഷ്യന്റെ ഭൗതിക ആവശ്യങ്ങളുടെ നിർവഹണത്തിന് മാത്രം, ഹല്ലേലൂയ, ശ്രദ്ധ നൽകി അവിടെ കൊണ്ട് മാത്രം ഒതുങ്ങുമ്പോൾ, വിശുദ്ധ വേദപുസ്തകത്തിന്റെ ആത്യന്തികമായ കാതൽ എന്താണെന്നറിയാമോ? മനുഷ്യന്റെ, ഹല്ലേലൂയ, ശരീരത്തെക്കാൾ അധികം അവന്റെ ആത്മാവിന്റെ നിത്യമായ വില മനസ്സിലാക്കി മനുഷ്യന്റെ ആത്യന്തിക ജീവിതത്തിന്, അല്ലെങ്കിൽ അവന്റെ ആത്യന്തിക ജീവന് വേണ്ടി കരുതുന്ന ഏക, സ്തോത്രം, സത്യ പുസ്തകം വിശുദ്ധ വേദ പുസ്തകം മാത്രമേ. അതുകൊണ്ടാണ്, സ്തോത്രം, വിശുദ്ധ വേദപുസ്തകം പറഞ്ഞത് എല്ലാ തിരുവെഴുത്തും ദൈവ ശ്വാസീയം. ഞാൻ പറഞ്ഞ കാര്യത്തിലേക്ക് മടങ്ങി വരാം. ഞാൻ എന്റെ വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ്, സ്തോത്രം, ചില സത്യങ്ങൾ നിങ്ങൾക്ക്, സ്തോത്രം, എന്റെ എളിയ അറിവിൽ നിന്ന്, സ്തോത്രം, വിഭാഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാ തിരുവെഴുത്തും ദൈവ ശ്വാസീയം. നിങ്ങൾ, സ്തോത്രം, മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടിപ്പിലേക്ക് നോക്കൂ. മണ്ണിൽ നിന്നെടുത്ത മനുഷ്യന്റെ മൂക്കിലേക്ക് ദൈവത്തിന്റെ ശ്വാസം എന്ത് ചെയ്തു? ഒരിക്കൽ ഊതി അവനെ ജീവനുള്ള ദേഹിയാക്കി തീർത്തു. ആ മനുഷ്യൻ ദൈവനിഷേധം കൊണ്ട് അവന്റെ ദൈവിക ബന്ധം, അല്ലെങ്കിൽ ദൈവമായി അവനെ സ്പർശിക്കുവാൻ കഴിയുന്ന അവന്റെ കഴിവുകൾ നഷ്ടപ്പെട്ടപ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, ഇന്ന് ദൈവം മനുഷ്യനെ ആ പൂർവ്വ ബന്ധത്തിലേക്ക് മടക്കി നടത്തുന്നത് എങ്ങനെയാണെന്നറിയാമോ? സ്തോത്രം, ദൈവ വചനം. എന്താണ് ദൈവ വചനം? ആ വചനത്തിൽ ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? ജീവൻ നൽകി. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് എല്ലാ തിരുവെഴുത്തും ദൈവ ശ്വാസമാണ്. അന്ന് മനുഷ്യന്റെ മൂക്കിൽ, സ്തോത്രം, ഊതിയപ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, ഉണ്ടായിരുന്ന അതേ ആത്മാവ് ഇതാ ദൈവവചനത്തിൽ
ദൈവം ഉള്ളടക്കം ചെയ്തിരിക്കുക. ഈ വചനം സ്തോത്രം ഹല്ലേലൂയ ഏതെങ്കിലും ഒരു മനുഷ്യൻ സ്തോത്രം ഹല്ലേലൂയ സ്വീകരിച്ചിട്ട് സ്തോത്രം ഹല്ലേലൂയ ആ വചനത്താൽ സ്തോത്രം ഹല്ലേലൂയ ഉണർത്തപ്പെട്ടവനായി ദൈവത്തോട് അടുത്തു വരുമ്പോൾ, ദൈവമേ എന്ന് വിളിക്കുമ്പോൾ, കർത്താവേ നീ എനിക്ക് വേണ്ടി മരിച്ചു, നിന്റെ ജീവൻ എന്നിൽ പകർന്നിരിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ ആ വചനത്താൽ നൽകപ്പെട്ടിരിക്കുന്ന ആത്മാവ് അവനെ എന്ത് ചെയ്യുന്നു? ജീവിപ്പിച്ച് ദൈവത്തോട് മുന്നോട്ട്. സ്തോത്രം. പ്രൈസ് ഗോഡ്. ദൈവവചനം നമുക്ക് എന്ത് നൽകുന്നു? ദൈവവുമായുള്ള നഷ്ടപ്പെട്ട ബന്ധത്തിലേക്ക് നമ്മൾ മടക്കി വരുന്നു. സ്തോത്രം. പ്രൈസ് ഗോഡ്. വചനമാണ് ഇന്ന് പകൽക്കാലം നിങ്ങളോടൊപ്പം സ്തോത്രം നമുക്കൊന്നിച്ച് പങ്കിടുവാൻ ദൈവം ഭാഗ്യം നൽകിയിരിക്കുന്നു. ഞാൻ വേഗത്തിൽ എന്റെ വിഷയത്തിലേക്ക് പോകട്ടെ. ദൈവവചനത്തെ കുറിച്ച് ലഘുവായ ഒരു സ്തോത്രം ഹല്ലേലൂയ ചിത്രം നിങ്ങളുടെ ബുദ്ധിയിൽ വെളിപ്പെടത്തക്ക നിലയിൽ ഞാൻ വിവരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്റെ വിഷയം അതല്ല. ഞാൻ എന്റെ വിഷയം സ്തോത്രം എബ്രായ ലേഖനം 6-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളിൽ സ്തോത്രം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് ഞാൻ സ്തോത്രം വായിച്ചത്. നിങ്ങൾ എല്ലാവരും ദയവായി എന്നോട് കൂടെ വരണം. ഒരല്പം സ്പീഡിൽ ഞാൻ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ എന്റെ വിഷയം എനിക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുവാനൊക്കൂ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു ആത്മീക ആശയം സ്തോത്രം ഇന്ന് പകൽക്കാലം ലഭിക്കുകയും വേണം. സ്തോത്രം. അതുകൊണ്ട് ദയവായി പ്രാർത്ഥനയോടെ സ്തോത്രം എന്നോടൊപ്പം സഞ്ചരിക്കുക. സ്തോത്രം. ഞാൻ കഴിയുന്നിടത്തോളം വാക്യം പറയുകയും ആ ചരിത്രം പറയുകയും ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും വേദപുസ്തകം തുറന്ന് അതിലേക്ക് മാത്രം നോക്കി ഇരിക്കണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കുകയില്ല. കാരണം സ്തോത്രം ചിലപ്പോൾ വേദപുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഐ കോണ്ടാക്ട് നഷ്ടപ്പെടുകയും മറ്റെവിടെങ്കിലും നമ്മുടെ മനസ്സ് യാത്ര ചെയ്യുന്നത് കൊണ്ട് ദയവായി നിങ്ങൾ എന്നെ സ്തോത്രം അല്ലെങ്കിൽ ശ്രദ്ധയോടെ ദൈവത്തിനെ കേട്ട് സ്തോത്രം ഹാലേലൂയ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ശ്രമിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ശ്രദ്ധിക്കുക. ആ 6-ാം അധ്യായം 18-ാമത്തെ വാക്യം മുതൽ വായിക്കുന്ന വാക്യം ഇതാണ്. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. സ്തോത്രം ഹല്ലേലൂയ. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം ഇങ്ങനെയാണ്. സ്തോത്രം. അതുകൊണ്ട് ശരണത്തിനായി ഓടി വരുന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്ക് പറയുവാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളാണ് നമുക്ക് ശക്തിയുള്ള, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണേ. സ്തോത്രം. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണേ. നമുക്ക് ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു. ഒരു പ്രാവശ്യം കൂടെ. ശരണത്തിനായി ഓടി വരുന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്ക് പറയുവാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളാൽ നമുക്ക് ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു. ആ പ്രത്യാശ നമ്മുടെ ആത്മാവിന്റെ ഒരു നങ്കൂരമാണ്. സ്തോത്രം. നമ്മുടെ ആത്മാവിന്റെ ഒരു നങ്കൂരമാണ്. അതിനുശേഷം പറയുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ പാസ്റ്ററെ. അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശീലയ്ക്കകത്തേക്ക് പ്രവേശിക്കുന്നതുമാകും. അവിടേക്ക് യേശു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം ഒരിക്കലായി എന്നേക്കുമായി പ്രവേശിച്ചിരിക്കും. വേദപുസ്തക ചരിത്രം, വേദപുസ്തക സംഭവം, വേദപുസ്തക ആശയങ്ങൾ അല്പം ഗൗരവമായി പഠിക്കുന്ന ഒരാൾക്ക് മാത്രമേ അതിന്റെ ആശയങ്ങൾ യഥാർത്ഥഗതിയിൽ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഞാൻ അല്പം ലഘുവായി വിശദീകരിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്ക്, ശരണത്തിനായി ഓടി വരിക. സ്തോത്രം. നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിലൊക്കെ നിത്യം കേൾക്കുന്ന ഒരു വാക്കാണ് ശരണം വിളി, അല്ലേ? സ്തോത്ര. ശരണം എന്നുള്ള വാക്കിന്റെ അർത്ഥം അഭയം, ആശ്രയം. സ്തോത്രം ഹല്ലേലൂയ, അല്ലേ? സ്തോത്രം. ഇവിടെ പറയാ ശരണത്തിനായി ഓടി വരുന്നു. എവിടേക്കാ ഓടി വരുന്നത്? ഓടി വരുന്ന മറ്റൊരു സ്ഥലമല്ല. സ്തോത്രം. ഓടി വരുന്നത് സ്തോത്രം ശരണം പ്രാപിപ്പാൻ. ഹല്ലേലൂയ. ഒരിടം മനുഷ്യനുണ്ടെങ്കിൽ അത് മനുഷ്യവർഗത്തെ മുഴുവൻ രക്ഷിക്കുവാൻ പ്രാപ്തനായ ദൈവത്തിന്റെ പാദപീഠമാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്തോത്രം. അനേക ദൈവങ്ങളെ പരീക്ഷിച്ചും അനേക സ്തോത്ര ഉപാധികൾ പരീക്ഷിച്ചും ഹല്ലേലൂയ തളർന്നു വയസ്സായ സ്തോത്രം മനുഷ്യ സമൂഹമാണ് നമുക്ക് മുൻപിലുള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയ പരാധീനത എന്താണെന്ന് അറിയാമോ? സ്തോത്രം. ഒറ്റപ്പെടലാണ്. സകല മനുഷ്യരും അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ സ്തോത്രം ക്രൂഷ്യൽ സിറ്റുവേഷൻ ഏകാന്തതയാണ്. അവനെ സ്തോത്രം അവന്റെ വ്യക്തിപരമായ
ജീവിതത്തിൽ സങ്കീർണമായ പ്രശ്നങ്ങളെ അവൻ അഭിമുഖീകരിക്കുമ്പോൾ ഞാനൊരു കാര്യം പറയാം, എത്ര ശക്തനെങ്കിലും അവനൊരു ആശ്രയം, ഒരു അഭയം ആവശ്യമാണ്. അല്ലെങ്കിൽ ലോകത്തൊരു മനുഷ്യനും നിലനിൽക്കുവാൻ കഴിയുകയില്ല. സ്തോത്രം. അങ്ങനെയുള്ള സ്തോത്രം ആശയറ്റ സന്ദർഭങ്ങൾ വരുമ്പോഴാണ് മനുഷ്യ ജീവിതത്തിന് അർത്ഥമില്ലെന്ന് പറഞ്ഞ് മനുഷ്യനൊരു ഗുളികയിലോ ഒരു മുഴം കയറിലോ മനുഷ്യന്റെ ജീവിതം അവസാനിപ്പിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാൻ നിങ്ങളോട് പറയാം, എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സുഖത്തിന്റെയും സന്തോഷത്തിന്റെയും എല്ലാ സൗകര്യങ്ങളുടെയും സ്തോത്രം അനുഭവങ്ങൾ മാത്രമായിരിക്കില്ല. ഒരു പകലൊരു രാത്രി ഉള്ളതുപോലെ മനുഷ്യ ജീവിതത്തിൽ സങ്കീർണമായ പ്രശ്നങ്ങളെയും പ്രതികൂലങ്ങളെയും നാം അഭിമുഖീകരിക്കുന്ന സമയം വരും. അപ്പോഴൊക്കെ മനുഷ്യനുണ്ടല്ലോ, മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയായതുകൊണ്ട് അവൻ ദൈവത്തിങ്കലേക്ക് അവന്റെ ഉള്ളം ദാഹിക്കുകയും അവങ്കിലേക്ക് ഓടിച്ചെല്ലുവാനുള്ള ഒരു ഉൾവിളി അവൻ ഉണ്ടാകുകയും ചെയ്യും. അപ്പോഴവന് ദൈവമേതെന്നും സത്യമെന്തെന്നും തിരിച്ചറിയുവാൻ കഴിയാത്ത നടുക്കയത്തിലാണ് അവനായിരിക്കുന്നതെങ്കിൽ അവൻ സ്തോത്രം ജീവിതം തന്നെ അർത്ഥശൂന്യമായി തോന്നും. എന്നാൽ ഞാൻ പറയട്ടെ, സ്തോത്രം ഹല്ലേലൂയ, ജീവനുള്ള സഹായിപ്പാൻ കഴിവുള്ള മനുഷ്യനെ സ്നേഹിക്കുന്ന അവന്റെ പാപങ്ങൾ പൊറുക്കുന്ന അവനായിരിക്കുന്നത് പോലെ തന്നെ അവനെ ഉൾക്കൊള്ളുവാൻ സന്നദ്ധതയുള്ള മനുഷ്യ നീ എവിടെ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ സ്വീകരിപ്പാൻ സന്നദ്ധതയുള്ള സ്നേഹനിധിയായ ഒരു ദൈവത്തെ മനുഷ്യൻ കണ്ടുമുട്ടുന്നത് കാൽവരി ക്രൂശിൽ മാത്രമാണ്. Praise God. Hallelujah. സ്തോത്രം. കാൽവരി ക്രൂശിൽ മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പാപങ്ങളും സ്വയം ചുമലിലേറ്റിക്കൊണ്ട് മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കുള്ള സകല പദ്ധതികളും നിവൃത്തിയായി എന്ന് പറഞ്ഞ് മാനവജാതിക്ക് വേണ്ടി മരിച്ച് ദൈവത്തിങ്കൽ സ്വയം ഫലമേൽപ്പിച്ച ഏക രക്ഷകൻ യേശു ക്രിസ്തു മാത്രമാണ്. അതാണ് സ്തോത്രം. ഇന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളുടെ ഉള്ളിൽ തുടിക്കുന്ന ആത്മാവ് നിലനിൽക്കുകയും അവരുടെ പ്രതിസന്ധികളിൽ അവർ പതറാതെ ദൈവസന്നിധിയിൽ ആശ്രയിച്ച് തിരുവെടുത്ത് പറയുന്നത് പോലെ യഹോവയിൽ ആശ്രയിക്കുന്നവൻ കുലുങ്ങാത്ത സീയോൻ പർവ്വതം പോലെയാകുന്നു. പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നത് പോലെ യഹോവ തന്റെ ഭക്തനെ ചുറ്റിയിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഒരു ഭക്തൻ പലപ്പോഴും പ്രതിസന്ധികളിൽ ഉറച്ചു നിൽക്കുന്നത് അവനൊരു അഭയത്തിന്റെ, ഒരു ശരണത്തിന്റെ സ്തോത്രം പാദപീഠമുള്ളത് കൊണ്ട്. ഇവിടെ നാം വായിച്ച വേദഭാഗത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, ശരണത്തിനായി ഓടി വരുന്ന നാം മാറരുത്. ചിലർക്കൊക്കെ ദൈവത്തെ പരീക്ഷിച്ച് നോക്കാൻ വലിയ താല്പര്യം. സ്തോത്രം. ഇവിടെ വിശുദ്ധ വേദപുസ്തകം നൽകുന്ന ഒരാശയം, ശരണത്തിനായി ഓടി വരുന്ന നീ എന്ത് ചെയ്യരുത്? മാറരുത്. മാറരുത് എന്ന് പറയുവാൻ കാരണം തൊട്ടടുത്ത ഭാഗത്ത് പറയുന്നു. എന്താ? ദൈവത്തിന് ഭോഷ്കു പറയുവാൻ കഴിയാത്തതും. കേൾക്കുന്ന പ്രിയ സഹോദരൻ, സ്തോത്രം. ദൈവം ഭോഷ്കു പറയുന്നു, പരീക്ഷിച്ചു നോക്കാൻ സ്തോത്രം പറ്റിയ ഒരു സ്ഥലമല്ല ദൈവം. സ്തോത്രം. ദൈവത്തെക്കുറിച്ചുള്ള മനുഷ്യന് ലഭിക്കേണ്ട അടിസ്ഥാനപരമായ ബോധ്യം എന്താണെന്നറിയാമോ? ദൈവം ഭോഷ്ക് പറയുന്നവൻ അല്ല. Praise God. ദൈവം നമ്മെപ്പോലെ സ്തോത്രം ഹല്ലേലൂയ ഒരു സമയത്ത് ഒന്ന് പറയുകയും രണ്ടാമത് വേറൊന്ന് പറയുകയും പിന്നെ മാറ്റി മാറ്റി പറയുകയും സ്തോത്രം ഹല്ലേലൂയ പിന്നെ മന്ത്രിമാര് പറയുന്നത് പോലെ പരിഗണിക്കാമെന്ന് സ്തോത്രം പറഞ്ഞ് അവസാനം ഹല്ലേലൂയ സന്ദർഭം വരുമ്പോൾ കൈമലർത്തുന്ന സ്തോത്രം ഹല്ലേലൂയ ഒരു ഇടപാടുകാരനല്ല ദൈവം. ദൈവത്തെക്കുറിച്ച് ദൈവം തന്നെ പറയുന്നു, അവൻ ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവ്വെന്ന് തന്നെയാണ്. പക്ഷേ ഈ ബോധ്യം ഒരു മനുഷ്യന് ലഭിച്ചെങ്കിൽ മാത്രമേ ശരണത്തിനായി അവൻ ഓടിപ്പോയാൽ സ്തോത്രം ഹല്ലേലൂയ ദൈവ സന്നിധിയിൽ ഹല്ലേലൂയ സ്തോത്രം ഞാൻ പിന്മാറുകയില്ലെന്ന് പറഞ്ഞു
പിടിച്ചുകൊണ്ട് അവന്റെ ആവശ്യങ്ങളിൽ ദൈവത്തെ സ്തോത്രം പുണർന്ന് ദൈവത്തെ സ്തോത്രം മുറുകെ പിടിച്ചുകൊണ്ട് അവന്റെ സ്തോത്രം വാഗ്ദത്തം അവനെ സ്വീകരിപ്പാൻ കഴിയും. പ്രൈസ് ഗോഡ്. ശരണത്തിനായി ഓടി വരുന്ന നാം എന്ത് ചെയ്യരുത്? മാറരുത്. ഇന്ന് പകൽക്കാലം വിവിധമായ പ്രതിസന്ധികളും പ്രയാസങ്ങളും ജീവിതത്തിന്റെ വെല്ലുവിളികളും ജീവിതത്തിന്റെ അർത്ഥശൂന്യതയും ഒക്കെ പല ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ അങ്കുരിപ്പിച്ച് ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? സ്തോത്രം ഇതിന്റെ മുഴുവൻ തുക എന്താണ്? സ്തോത്രം എന്താണ്? ഹല്ലേലൂയ കർത്താവേ ദൈവമേ ഞങ്ങളെ കൊണ്ട് അങ്ങ് ആഗ്രഹിക്കുന്നത്. വർത്തമാനകാല സാഹചര്യങ്ങൾ സ്തോത്രം അതിജീവിക്കുവാൻ പലപ്പോഴും ഞങ്ങൾക്ക് നിർവാഹമില്ല. നാഥ സ്തോത്രം സഹായിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നവരാരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം അസന്നിഗ്ധമായി ഞാൻ പ്രഖ്യാപിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവം ഭോഷ്കു പറയുന്നവനല്ല, അവൻ എന്നെയും നിന്നെയും സഹായിപ്പാൻ ശക്തനാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് ശരണത്തിനായി ഓടി വരുന്ന നീ മാറരുത്. സ്തോത്രം. തൊട്ടടുത്ത് പറഞ്ഞിരിക്കുന്ന പദപ്രയോഗമാണ് ഈ പ്രത്യാശ നമ്മുടെ ആത്മാവിന്റെ ഒരു നങ്കൂരമാണ്. എന്താ പ്രത്യാശ? സ്തോത്രം. ഒന്ന്, സ്തോത്രം ഹല്ലേലൂയ, ദൈവം ഭോഷ്കു പറയുന്നവനല്ല എന്നും ദൈവം തന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന ഏതൊരുവനെ സ്വീകരിച്ച് അവന് വേണ്ടി പ്രവർത്തിക്കുന്നവനാണെന്നുള്ള പ്രത്യാശ മനുഷ്യന്റെ ആത്മാവിന് ഹല്ലേലൂയ ലഭിക്കേണ്ട വിശ്വാസത്തിന്റെ നങ്കൂരം. നങ്കൂരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, വലിയ കപ്പലുകൾ സ്തോത്രം അടിയന്തര സാഹചര്യത്തിൽ എവിടെയെങ്കിലും സ്തോത്രം ഹല്ലേലൂയ അതിന്റെ സ്തോത്രം ഹല്ലേലൂയ തകർച്ച സ്തോത്രം ഹല്ലേലൂയ തകർച്ച കൂടാതെ ഒരു വലിയ അജാനബാഹുവായ കപ്പലുകൾ തകർച്ച കൂടാതെ നിൽക്കേണ്ടതിന് അടിയന്തര സാഹചര്യങ്ങളിൽ കപ്പലുകളെ കെട്ടി ഉറപ്പിച്ച് ആടാതെ ഉലയാതെ നിൽക്കുവാൻ വേണ്ടി ഭാരമേറിയ സ്തോത്രം ഇരുമ്പ് മുൾക്കൊഴുത്തുകൾ സ്തോത്രം കടലിനെ ആഴത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ ഈ മുൾക്കൊഴുത്തുകൾ മൺതിട്ടയിലും പാറപ്പിളർപ്പുകളിലും പോയി ഉറച്ചിട്ട് ആ സ്തോത്രം കൊഴുത്തുകളിലേക്ക് വലിയ കപ്പലുകളെ പിടിച്ച് മുറുക്കി കെട്ടുന്ന സ്തോത്ര സംവിധാനത്തിനാണ് സ്തോത്രം ഹല്ലേലൂയ നങ്കൂരം എന്ന് പറയുന്നത്. സ്തോത്രം. ഒരു കാര്യം മനസ്സിലാക്കണം, ഹല്ലേലൂയ എന്തുകൊണ്ടാണ് മനുഷ്യൻ പ്രതിസന്ധിയുടെ നടുവിൽ ഹല്ലേലൂയ അയ്യോ സകലവും നഷ്ടപ്പെട്ടെ എന്ന് പറഞ്ഞ് കൈയും കാലും മലർത്തുന്നത് എന്താണെന്നറിയാമോ? സ്തോത്രം. വേദപുസ്തകം പറയുന്നു, മനുഷ്യന് ഹല്ലേലൂയ അവന്റെ ജീവിതത്തിന്റെ സങ്കീർണതകളുടെ നടുവിൽ ഹല്ലേലൂയ വിശ്വസിച്ച് ഉറച്ച് ഹല്ലേലൂയ ആട്ടവും കൊലുക്കവും കൂടാതെ നിൽക്കണമെങ്കിൽ അവന്റെ ആത്മാവിന് ഒരു നങ്കൂരം ആവശ്യമാണ്. മനുഷ്യന്റെ ആത്മാവിന് ഒരു നങ്കൂരം ആവശ്യമാണ്. ആ സ്തോത്രം നങ്കൂരം വിശ്വാസമാണ്. ആ വിശ്വാസമാകുന്ന നങ്കൂരം എവിടെയാണ് ഉറക്കേണ്ടതെന്നറിയാമോ? യുഗങ്ങളുടെ പാറയാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ മനുഷ്യാത്മാവിന്റെ നങ്കൂരം ഉറക്കിയിട്ടില്ലെങ്കിൽ അവന്റെ പ്രതിസന്ധിയുടെ നടുവിൽ അയ്യോ എന്ന് പറഞ്ഞവൻ കൈമലർത്തേണ്ടി വരും. അവൻ അശരണനായി തീരും. അവന്റെ ജീവിതത്തിൽ അർത്ഥശൂന്യത എന്നും തളം കെട്ടി അവനെ സ്തോത്രം ഹല്ലേലൂയ അർത്ഥശൂന്യനായ ജീവിതം മുഴുവൻ ഹല്ലേലൂയ ചലിക്കേണ്ടി വരും. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം മനുഷ്യനോട് ആഹ്വാനം ചെയ്യുന്ന വലിയ കാര്യം എന്താണെന്നറിയാമോ? മനുഷ്യ, നിന്റെ അകത്തെ മനുഷ്യന് ഹല്ലേലൂയ ശക്തമായ വിശ്വാസത്തിന്റെയും ആശ്രയത്തിന്റെയും ഒരു ബലം ലഭിക്കുവാൻ അവന്റെ ആത്മാവിനൊരു നങ്കൂരം ആവശ്യം. ആത്മാവിന്റെ സ്തോത്രം നങ്കൂരം ഉറപ്പിച്ചായിരിക്കണം ഒരു വിശ്വാസിയുടെ വിശ്വാസയാത്ര ഈ സ്തോത്ര ലോകസാഗരത്തിൽ നയിക്കാൻ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കറിയാമോ സ്തോത്രം ഹല്ലേലൂയ ഈ പ്രസംഗിക്കുന്ന ഞാൻ ജീവിതത്തിൽ ഒട്ടനവധി തകർച്ചകളെ മുഖാമുഖം കണ്ടിട്ടുള്ള വ്യക്തിയാണ്. ഒരിക്കൽ സ്തോത്രം എന്റെ അനുഭവം ഇതിനോട് ചേർത്തെന്ന് പറയുന്നത് സ്തോത്രം ദൈവമായി ക്ഷമിക്കണം. ഒരിക്കലൊരു സ്തോത്രം ഹല്ലേലൂയ ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് സ്തോത്രം ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്ത് സ്തോത്രം ഹല്ലേലൂയ
കോയമ്പത്തൂരിന് സ്തോത്രം വാളയാർ കഴിഞ്ഞ് കോയമ്പത്തൂരിന് യാത്ര ചെയ്യുന്ന രാത്രി 12 മണി സമയം. സ്തോത്രം ഹല്ലേലൂയ. ഞങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനത്തിന്റെ വീല് പെട്ടെന്ന് പഞ്ചറായി. ഞങ്ങൾ സൈഡിലേക്ക് മാറ്റി ഞങ്ങളുടെ വാഹനം നിർത്തി. സ്തോത്രം ഞങ്ങളുടെ ഡ്രൈവർ ഹല്ലേലൂയ വാഹനത്തിന്റെ സ്തോത്രം ജാക്കി എടുത്ത് ആ സ്തോത്രം ജാക്കി വെച്ച് സ്തോത്രം വാഹനം പൊക്കുവാനായി സ്തോത്രം വാഹനത്തിന്റെ തൊട്ടരികിൽ എത്തിച്ചേർന്നപ്പോൾ സ്തോത്രം ഞങ്ങളുടെ അതേ ഡയറക്ഷനിൽ വന്ന സ്തോത്രം വലിയ ഒരു ട്രക്ക് സ്തോത്രം അതിന്റെ മുൻപിലത്തെ വീല് പഞ്ചറായി. സ്തോത്രം വേഗത്തിൽ അതിന്റെ ആക്സിൽ ഒടിഞ്ഞ് സ്തോത്രം ഹല്ലേലൂയ ഞങ്ങൾ ഹല്ലേലൂയ ടയർ മാറുവാൻ സ്തോത്രം ഹല്ലേലൂയ നിർത്തിയിട്ടിരുന്ന വണ്ടിയിലേക്ക് വന്ന് ഈ അർദ്ധരാത്രിയിൽ ശക്തമായി ഇടിച്ചു. നിങ്ങൾക്കറിയാമോ, ഞങ്ങള് 9 പേര്, 3 കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 9 പേര് ആ വണ്ടിയിൽ സ്തോത്രം ഉണ്ടായി. വണ്ടി പെട്ടെന്ന് നിർത്തിക്കൊണ്ട് അർദ്ധരാത്രി ആയതുകൊണ്ട് 2-3 സഹോദരന്മാർ മാത്രം വെളിയിലിറങ്ങി. എന്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളും സ്തോത്രം മറ്റു സഹോദരിമാർ അവർക്ക് സ്തോത്രം ഉണ്ടായിരുന്ന എല്ലാ സ്തോത്ര കാര്യങ്ങളുമായി വണ്ടിയിലിരിക്കുക. സ്തോത്രം ഈ ഇടി ആഘാതത്താൽ ഞങ്ങളുടെ വണ്ടി സ്തോത്രം ഹല്ലേലൂയ ഒരു സ്തോത്രം 5 അടിയെങ്കിലും ഉയർന്ന് പറന്ന് സ്തോത്രം ഒരു 50 അടി ദൂരത്തിലേക്ക് തെറിച്ചുപോയി. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണേ, പരസ്പരം കാണുവാൻ കണ്ണു കാണാത്ത കുറ്റിരുട്ട്. സ്തോത്രം. അന്തരീക്ഷം മുഴുവൻ പുകപടലം കൊണ്ട് നിറഞ്ഞു. ഹല്ലേലൂയ. സകലതും നഷ്ടപ്പെട്ട സ്തോത്രം ഒരുവനെ പോലെ ഭ്രാന്തനെ പോലെ കൈ ഉയർത്തി നിലവിളിക്കുവാൻ പോലും ഗത്യന്തരമില്ലാത്ത അർദ്ധരാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് വലിയ സത്യമാണ്, എന്റെ അനുഭവമാണ്. സ്തോത്രം. ഈ സംഭവം ഉണ്ടായ അതേ നിമിഷം ഒന്നും കാണുവാൻ കഴിയുന്നില്ല, സഹായിപ്പാൻ ആരുമില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ സ്ഥലത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് എന്റെ മനസ്സിനോട് സ്തോത്രം ഇങ്ങനെ സംസാരിച്ചു. മകനെ, സ്തോത്രം നിന്റെ വസ്തുവകകൾക്കല്ലാതെ സ്തോത്രം ജീവനെ ഒന്നിനെയും ഞാൻ തൊടുകയില്ല. സ്തോത്രം. ഞാൻ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചു. വണ്ടി പരിധി സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അതുവഴി വന്ന വണ്ടികളെല്ലാം നിർത്തി ഓട്ടം ആരംഭിച്ചു. അതിൽ നിന്ന് സ്തോത്രം ഓരോരുത്തരെ വലിച്ചിറക്കി. പക്ഷേ സ്തോത്രം പരിശുദ്ധാത്മാവിനോട് സംസാരിച്ച വാക്ക് നിമിത്തം ഞാൻ സ്തോത്രം ഒന്നും സംഭവിക്കാത്തവരെ പോലെ വളരെ ബുദ്ധിയോടെ സ്തോത്രം വേഗത്തിൽ കാര്യങ്ങളെല്ലാം നന്നായി നിർവഹിക്കേണ്ടതിന് ദൈവം തന്ന ശക്തിയോടെ ഒരു അല്പം പോലും ദുഃഖം തോന്നാതെ അനിതര സാധാരണമായി ധൈര്യം സ്തോത്രം ഉള്ളവനായി അവിടെ നിന്നുകൊണ്ട് വേഗത്തിൽ സ്തോത്രം കാര്യങ്ങളെല്ലാം ചെയ്തു. എന്റെ സ്തോത്രം 2ൽ പഠിക്കുന്ന എന്റെ മകളുടെ തലയ്ക്കാണ് സ്തോത്രം ഇടിയേറ്റത്. അവിടെ മൂക്കിൽ നിന്ന് ധാരധാരയായി രക്തം വരുന്നു. സ്തോത്രം ചെവിയിൽ നിന്ന് രക്തം വരുന്നു. സ്തോത്രം. ഞാൻ വിചാരിച്ചു സ്തോത്രം ഹെഡ് ഇഞ്ചുറിയാണ്, യാതൊരു സാധ്യതകളും അവിടെ ജീവിതത്തിൽ ജീവിച്ചിരിക്കുവാൻ ഉണ്ടായിരിക്കുകയില്ല. സ്തോത്രം തൊട്ടു നോക്കിയപ്പോൾ സ്തോത്രം ചലനം ഒരല്പം മാത്രം അവശേഷിക്കുന്നു. സ്തോത്രം. ഈ കുഞ്ഞിനെയും സ്വന്തം പിതാവാകുന്ന ഞാൻ കയ്യിൽ വെച്ചുകൊണ്ട് സ്തോത്രം 1.5 മണിക്കൂർ യാത്ര ചെയ്ത് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്യുന്ന അളവിൽ സ്തോത്രം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം ആവർത്തിച്ച് ഞാൻ കേട്ടുകൊണ്ടിരുന്നു. ഞാൻ സ്തോത്രം വസ്തുവകൾക്കല്ലാതെ ജീവനൊന്നും അഭിനന്ദിക്കുന്നു. സ്തോത്രം. പിറ്റേന്ന് രാവിലെ സ്തോത്രം തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നെടുത്ത സ്കാനിംഗ് റിപ്പോർട്ട് പോലും എന്റെ സ്തോത്രം കയ്യിലുണ്ട്. എന്റെ മകളുടെ സ്തോത്രം മകളുടെ തല മുഴുവൻ സ്കാൻ ചെയ്തു. സ്തോത്രം ഞാൻ പറയട്ടെ, ഒരല്പം പോലും കേടില്ലാതെ, ഒരല്പം പോലും സ്തോത്രം തലയ്ക്ക് ക്ഷതമില്ലാതെ സ്തോത്രം എന്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു നൽകി. എന്റെ കുഞ്ഞിനെ തിരിച്ചു നൽകിയതും ആ സാഹചര്യത്തിൽ ധൈര്യത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നിരാശനാകാതെ എന്നെ ധൈര്യപ്പെടുത്തിയതും സ്തോത്രം ഞാൻ പറയട്ടെ, ഞാൻ വിശ്വസിക്കുന്ന എന്റെ പ്രാണസ്നേഹിതനും എന്റെ കൂട്ടാളിയും എന്റെ സ്തോത്രം എല്ലാമായിരിക്കുന്ന ഞാൻ കണ്ടെത്തിയ, ഞാൻ സേവിക്കുന്ന എന്റെ ദൈവമാണെന്ന് ഇന്ന് പകൽക്കാലം ഞാൻ ഉറക്കം പ്രഖ്യാപിക്കട്ടെ. സ്തോത്രം. ഞാൻ പറയാം, ജീവിതത്തിൽ സങ്കീർണമായ പ്രതിസന്ധികളെ നേരിടുമ്പോൾ ധൈര്യത്തോടെ നിൽക്കുവാൻ കഴിയണമെങ്കിൽ സ്തോത്രം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദര, നിനക്ക് ആശ്രയിക്കാൻ, നിനക്ക് അഭയമായി ചെന്ന് ചേരുവാൻ ഒരിടമുണ്ടെങ്കിൽ ആ
ദൈവം നിന്നെ അടിയന്തര സാഹചര്യത്തിൽ കൈവിടുന്നവരല്ല. വേദപുസ്തകം പറയുന്നു, ഹല്ലേലൂയ, സ്തോത്രം, അവൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്തുന്ന, ആമേൻ, ഒന്ന് വിളിച്ചു പറയാമോ? അവൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്തുന്ന. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ജീവിതങ്ങളെ, ജീവിതത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, ദുഃഖകരമായ, വേദനാജനകമായ, നിരാശാജനകമായ സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ എനിക്ക് നിനക്കും അഭയത്തിനായി ഓടിച്ചെല്ലുവാൻ ഒരിടമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അതെന്റെ യേശുവിന്റെ പാദപീഠമാണ്. അവൻ എന്നെ നിന്നെ കൈവിടുന്നത്. ഈ സംഭവത്തിന്റെ വെളിച്ചത്തിൽ സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. വേഗത്തിൽ ഞാൻ രണ്ടാമത് സ്തോത്രം, ഹല്ലേലൂയ, സംസാരിച്ച വിഷയം നിങ്ങളുമായി വേഗത്തിൽ സ്തോത്രം ചുരുക്കമായി എനിക്ക് നൽകിയിരിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ രണ്ടാമത് ഞാൻ സംസാരിച്ച വിഷയം സ്തോത്രം, ഹല്ലേലൂയ, അല്ലെങ്കിൽ രണ്ടാമത് നിങ്ങളെ കൊണ്ട് വായിപ്പിച്ച വിഷയത്തിന്റെ വിശദീകരണത്തിലേക്ക് വന്ന് ആ സംഭവം വിശദീകരിച്ച് ഇരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത് നാം വായിച്ച വേദഭാഗം ഒന്നാമത്തെ വാക്യം ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയാം. അതുകൊണ്ട് ശരണത്തിനായി ഓടി വരുന്ന നാം മാറാത്തതും ദൈവത്തിന് ഭുഷ്കു പറയുവാൻ കഴിയാത്തതുമായ രണ്ട് കാര്യങ്ങളാൽ നമുക്ക് സ്തോത്രം, ഹല്ലേലൂയ, ശക്തിയുള്ള പ്രബോധനം ലഭിക്കാൻ ഇടവരുന്നു. അത് നമ്മുടെ ആത്മാവിന്റെ നങ്കൂരമാണ്. സ്തോത്രം, ആ പ്രത്യാശ നിശ്ചയവും സ്ഥിരവും തിരശ്ശീലക്കകത്തേക്ക് കടക്കുന്നതും ഹല്ലേലൂയ, സ്തോത്രമാകുന്നു. അവിടേക്ക് യേശു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനായി പ്രവേശിച്ചു. ആ ഭാഗമൊക്കെ വിശദീകരിക്കണമെങ്കിൽ പഴയ നിയമത്തിലേക്കും മൽക്കീസദേക്കിലും ഒക്കെ പോണം. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ആത്മാവിന്റെ നങ്കൂരം, സ്തോത്രം, ഹല്ലേലൂയ എന്ന വിഷയവും, ഹല്ലേലൂയ, സ്തോത്രം, അപ്പോൾ തന്നെ അഭയത്തിനായി ഓടിച്ചെല്ലുക എന്ന സ്തോത്രം, വസ്തുതയും, ഹല്ലേലൂയ, ഈ രണ്ടാമത് വായിച്ച വേദപുസ്തക സംഭവത്തിന്റെ വെളിച്ചത്തിൽ വിശദീകരിച്ച് ഇരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം, രണ്ടാമത് നാം വായിച്ച വേദഭാഗം ഒരു സ്ത്രീയുടെ ജീവിത സ്തോത്രം, ഹല്ലേലൂയ, സംഭവ കഥയാണ്. സ്തോത്രം, ഹല്ലേലൂയ, 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം മുതൽ സ്തോത്രം ആ സംഭവം ആരംഭിക്കുകയാണ്. ആ സ്തോത്രം ദയവായി ശ്രദ്ധിക്കണേ, എല്ലാവരും എന്നെ ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ, ഞാൻ പറയട്ടെ, ഒരു സ്ത്രീയുടെ സംഭവം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ വളരെ സന്തോഷവും അല്ലെങ്കിൽ ആകാംക്ഷയും കാണുന്നത് കേൾക്കുവാൻ. സംഭവ ബഹുലമായ ഒരു സ്ത്രീയുടെ സംക്ഷിപ്ത ജീവിത ചരിത്രം ചില വാക്യങ്ങളിൽ സ്തോത്രം, ഹല്ലേലൂയ, ഉൾക്കൊള്ളിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആ സ്ത്രീയുടെ പേര് വിശുദ്ധ വേദപുസ്തകത്തെ രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് സ്തോത്രം, ഒരു പ്രവാചകൻ ആ സ്ത്രീയെ വിളിച്ച പേരിലാണ് ഇന്നും ആ സ്ത്രീ വേദപുസ്തകത്തിൽ അറിയപ്പെടുന്നത്. ആ സ്ത്രീയുടെ പേര് ശൂന്യക്കാരത്തി. ശൂന്യം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സ്തോത്രം ഒരു സ്ത്രീ ജീവിച്ചിരുന്നു. ആ സ്ത്രീയെ വേദപുസ്തകം പേരുകൊണ്ട് പരിചയപ്പെടുത്തിയില്ല. അതുകൊണ്ട് ഞങ്ങൾ അല്ലെങ്കിൽ വേദപുസ്തക പഠിതാക്കൾ അവളെ വിളിക്കുന്നത് ശൂന്യക്കാരത്തി എന്നാണ്. സ്തോത്രം, ഹല്ലേലൂയ. നമുക്കൊക്കെ അങ്ങനെയാണല്ലോ, പേരറിയാൻ വയ്യെങ്കിൽ സ്തോത്രം, ഹല്ലേലൂയ, തെക്കലെ കൊച്ചമ്മ എന്നൊക്കെ നാട്ടിൽ പറയുന്നത് പോലെ സ്തോത്രം, അല്ലെങ്കിൽ ഇന്നിടത്തെ സ്തോത്രം, ഹല്ലേലൂയ, ഇന്നാരെ എന്നൊക്കെ പറയുന്നത് പോലെ സ്തോത്രം, ഹല്ലേലൂയ, നമ്മൾ ഇവിടെ പരിചയപ്പെടുന്നത് ശൂന്യക്കാരത്തി എന്നാണ്. ഈ സ്ത്രീയെ കുറിച്ച് 12-ാമത്തെ വാക്യം മുതൽ നിങ്ങൾ ഈ വേദപുസ്തകം വീട്ടിൽ കൊണ്ടുപോയി വായിച്ചു നോക്കണം. അവിടെ ചരിത്രം ഞാൻ വേഗത്തിൽ പറയാം. അവിടെ പറഞ്ഞിരിക്കുന്നത് അവൾ വലിയ ധനികയായ സ്ത്രീയായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. പിന്നീട് അവളെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് വളരെ ധനികയായ സ്ത്രീ ആയിരുന്നെങ്കിലും തങ്ങളുടെ ജീവിതത്തിൽ, തങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഒരു പുത്ര സൗഭാഗ്യം ലഭിച്ചിരുന്ന സ്ത്രീയല്ല. നിങ്ങൾക്കറിയാമല്ലോ, ധനികയായ സ്ത്രീ എല്ലാം ഉണ്ട്. സ്തോത്രം, എല്ലാ സുഖ സൗകര്യങ്ങളും ഹല്ലേലൂയ ഒക്കെ ഉള്ളപ്പോൾ തന്നെ ജീവിതം മുഴുവൻ അർത്ഥശൂന്യമായി തോന്നുന്ന ഒരു ചോദ്യചിഹ്നം അവിടെ മുൻപിൽ ഇന്ന് നിഴലിച്ചു നിന്നിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം, എല്ലാം ഉണ്ടെങ്കിലും ജീവിതം അർത്ഥശൂന്യമായി തോന്നുമ്പോൾ ആണ് പലപ്പോഴും മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് കണ്ണുയർത്തുന്നത്. നമ്മുടെ ജീവിതത്തിലൊക്കെയുള്ള പ്രശ്നങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രശ്നരഹിതമായ ഒരു ജീവിതമായിരുന്നെങ്കിൽ നമുക്ക് ദൈവത്തെ വേണ്ടായിരുന്നു, ദൈവ പരിപാലനത്തെ വേണ്ടായിരുന്നു. ദൈവനിഷേധികളായി ഹല്ലേലൂയ, സ്തോത്രം, ജീവിതത്തിന്റെ ആത്യന്തിക സത്യം മനസ്സിലാക്കുവാൻ കഴിയാതെ സ്തോത്രം, കേവല മൃഗങ്ങളെ പോലെ അല്ല, മൃഗങ്ങളെക്കാൾ അധപ്പതിച്ച നിലയിൽ നാമുമായി തീരുമായിരുന്നു. എന്റെ ജീവിതത്തിൽ ഉണ്ടായ പ്രതിസന്ധികളെ, പ്രയാസങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതെന്റെ ജീവിതത്തിൽ ദൈവത്തിങ്കിലേക്ക് കണ്ണുയർത്തുവാനുള്ള മുഖാന്തരങ്ങളായി തീർന്നു. ഇന്നെന്റെ ജീവിതത്തിൽ പ്രതിസന്ധികളല്ല വലുത്, എന്നെ രക്ഷിച്ച ദൈവമാണ് വലുതെന്ന് ശക്തമായി വിശ്വസിക്കുവാനും പ്രഖ്യാപിക്കുവാനും
പറയുവാനും എനിക്ക് കഴിയും. കാരണം അവന്റെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് ഹാലേലുയ ജീവിതം മുഴുവൻ അർത്ഥപൂർണമാണ്. നിശാന്യാസ ഒരിക്കലും എന്റെ ജീവിതത്തിൽ തോന്നാറില്ല, അർത്ഥശൂന്യത തോന്നാറില്ല. ഹാലേലുയ കാരണം എന്റെ ജീവിതത്തിന്റെ ആത്യന്തിക അർത്ഥം ഞാൻ കണ്ടെത്തിയത് കൊണ്ടാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഇവിടെ ഈ സ്ത്രീ ഹാലേലുയ ദൈവത്തിങ്കിലേക്ക് നോക്കുവാനും ദൈവത്തെ അന്വേഷിച്ചറിയുവാനും അവളുടെ ജീവിതത്തിൽ ഇടയായി തീർന്നത് ഒരുപക്ഷെ ഈ സാഹചര്യമായിരിക്കാം. അവളുടെ ജീവിതത്തിൽ പുത്രസൗഭാഗ്യമില്ലായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അതിന്റെ വിശദാംശത്തിലേക്ക് ഞാൻ പോകുന്നതിന് മുമ്പ് കഥ പറയുകയാണ്. കാരണം അറിയാൻ വയ്യാത്ത പലരുമുണ്ട്, അവർക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി. സ്തോത്രം, ഈ സ്ത്രീ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഒരു അപ്രതീക്ഷിത നിമിഷത്തിൽ പ്രവാചകൻ അവിടെ വീട്ടിലേക്ക് വന്നു. അവർ സ്തോത്രം പ്രവാചകനോട് കാര്യം പറഞ്ഞു. പ്രവാചകൻ പ്രാർത്ഥിച്ചു, അവനൊരു മകനെ ലഭിക്കുന്നു. ആ മകൻ സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഒരു പ്രത്യേക നിമിഷത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, സകലതും ഹല്ലേലൂയ, അവിടെ സ്വപ്നങ്ങളെല്ലാം തച്ചുടച്ചുകൊണ്ട് ഈ പ്രാർത്ഥിച്ച് കാത്തിരുന്ന് കിട്ടിയ മകൻ എന്നേക്കുമായി ഇവിടെ ജീവിതത്തിൽ നിന്ന് ഇവിടെ പറയും. ബാക്കിയുള്ള രണ്ടാം രംഗം സസ്പെൻസ് ആണ്, അത് പിന്നെ പറയാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇവിടെയാണ് ഈ കുറിവാക്യത്തിന്റെ ആവശ്യകത ഞാൻ മനസ്സിലാക്കുന്നത്. എന്താ? ശരണത്തിനായി ഓടി വരുന്ന നാം മാറാത്തതും. നിങ്ങൾ ശ്രദ്ധിക്കണം, ശരണത്തിനായി നാലുപാടും കണ്ണോടിക്കുമ്പോൾ ജീവിതത്തിന്റെ അടിയന്തര സാഹചര്യത്തിൽ ലോകം മുഴുവനും നിനക്ക് മുമ്പിൽ കൈമലർത്തി നിൽക്കുമ്പോഴാണ് ശരണത്തിന്റെ ആവശ്യകത നമ്മുടെ മനസ്സിൽ അങ്കുരിക്കുന്നത്. സ്തോത്രം, ഞാൻ ഹാലെ ശരണത്തിനായി ഓടി വരുന്ന നീ മാറണം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഏത് അനുഭവത്തിലുള്ളവരാണെങ്കിലും എത്ര ക്രിസ്തീയ പാരമ്പര്യമുള്ളവരാണെങ്കിലും ഇല്ലെങ്കിലും ഞാൻ നിങ്ങളോടൊരു സത്യം പറയാം. യേശുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നെങ്കിൽ, അവന്റെ സന്നിധിയിലേക്ക് ശരണത്തിനായി നീ ഓടിപ്പോകുന്നെങ്കിൽ, സ്തോത്രം, അവൻ ശരണം നൽകുന്ന, അഭയമായി നിൽക്കുന്ന ഏക വിശ്വസ്ത ദൈവം അവൻ മാത്രമാണ്. ഈ സ്ത്രീയെ നിങ്ങൾ സ്തോത്രം വേഗത്തിൽ ഞാൻ വിശദീകരിക്കാം. ഈ സ്ത്രീയുടെ സംഭവം, ആ സ്ത്രീയെ കുറിച്ച് ആദ്യം പറയുന്നത് ഇങ്ങനെയാണ്. വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, ഈ പ്രവാചകൻ എലീശ എന്ന പ്രവാചകൻ ശൂനേമിൽ കൂടെ പോകാൻ പതിവായിരുന്നു. ഇങ്ങനെ കൂടെ പോകുന്ന ഈ പ്രവാചകനെ ഈ സ്ത്രീ കാണും. കണ്ടിട്ട് തന്റെ ഭർത്താവിനോട് പറയുക, നമ്മുടെ വഴിയായി കൂടെ പോകുന്ന ഈ പ്രവാചകൻ ഒരു വിശ്വസ്ത ദൈവപുരുഷൻ എന്ന് ഞാൻ കാണും. പ്രൈസ് ഗോഡ്, മനസ്സിലാക്കണം, ഒരു വിശ്വസ്ത ദൈവ പുരുഷനെന്ന് ഞാൻ കാണുന്നു. എന്നൊരു കാര്യം പറയാം. സ്തോത്രം, യേശുവിനെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ, അടുത്തന്വേഷിക്കുവാൻ ആരെങ്കിലും സന്നദ്ധരായിട്ടുണ്ടെങ്കിൽ അവർ ജീവകാലം ഒരിക്കലും യേശുവിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല. ഈ ദൈവപുരുഷൻ, പഴയ നിയമത്തിൽ ദൈവപുരുഷനായി നിൽക്കുന്ന ഈ മനുഷ്യൻ പുതിയ നിയമ വെളിച്ചത്തിൽ യേശു ക്രിസ്തുവിന് നിഴലായി നിൽക്കുന്ന മനുഷ്യനാണ്. കൂടെ പോകുന്ന ഈ മനുഷ്യൻ വിശ്വസ്തനായ ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു. എന്നിട്ട് എന്താ ചെയ്തതെന്നറിയാമോ? ഈ ദൈവപുരുഷനെ തന്റെ വീട്ടിലേക്ക് സ്വാഗതമരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഒരു ദിവസം ഈ പ്രവാചകന്റെ അരികിൽ ചെന്ന്, യജമാനനെ ഇവരുടെ വീട്ടിൽ വന്ന് പാർക്കണമെന്ന് പറഞ്ഞ് ഈ പ്രവാചകനെ ഈ സ്ത്രീ എന്ത് ചെയ്തെന്നറിയാമോ? വീട്ടിലേക്ക് സ്തോത്രം സ്വാഗതം ചെയ്തു. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഈ പ്രവാചകനെ തന്റെ വീട്ടിൽ വരേണ്ടതിന് അവൾ എന്ത് ചെയ്തു? നിർബന്ധിച്ചു. കറക്റ്റ്, യെസ്, വീട്ടിൽ വരേണ്ടതിന് നിർബന്ധിച്ചു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ഈ നിർബന്ധം എന്ന് പറയുന്നത് മനസ്സിന്റെ സ്തോത്രം, ആഗ്രഹത്തിന്റെ തീവ്രതയിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു പ്രത്യേക പ്രവർത്തന വിശേഷതയാണ് എന്താ? നിർബന്ധിക്കുക. ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സത്യമാണ്, നല്ലതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ കാര്യം ഏത് വിധേനയും കരകതമാക്കുവാൻ, സ്വായത്തമാക്കുവാൻ നാം എന്ത് സ്തോത്രം റിസ്ക്കും അതിന് മേലെടുക്കും. ഇപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്ന് അനേകരുടെ പുറകെ യേശുവിനെ കൊണ്ട് നടക്കുക, തള്ളുക, വേണ്ട. ഒരു കാര്യം മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് നിനക്ക് സ്തോത്രം, സത്യവാനും സഹായിയുമായ യേശുവിനെ വേണ്ടാത്തതെന്നറിയാമോ? നിന്റെ
നിന്റെ ജീവിതത്തിൽ അതിന്റെ ആവശ്യകത ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ യേശുവിനെ അന്വേഷിക്കുന്നത് ആവശ്യത്തിന്റെ വെളിച്ചത്തിൽ ഒരിക്കലും ആകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. അവൻ ദൈവമായതുകൊണ്ട് അവനെ അന്വേഷിക്കുവാനാണ് ദൈവം നമ്മോട് ആഹ്വാനം ചെയ്ത്. പലപ്പോഴും അതിനുള്ള മാനസികമായ ഒരുക്കം നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് സങ്കീർണമായ ജീവിത സാഹചര്യങ്ങളിൽ ദൈവം നമ്മെ ആക്കുകയും അവിടെ നിന്നുകൊണ്ട് മേലോട്ട് നോക്കുവാൻ സാഹചര്യം ഒരുക്കുകയും ചെയ്യേണ്ടി വരുന്നു. Praise God. ഇവിടെ ഈ പുരുഷൻ ദൈവപുരുഷൻ, യഥാർത്ഥ ദൈവപുരുഷനെന്ന് അവൾക്ക് ബോധ്യമായപ്പോൾ അവളുടെ വീട്ടിലേക്ക് നിർബന്ധിച്ച് സ്വാഗതം ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, സ്തോത്രം, യേശു ഏക രക്ഷിതാവെന്നും ഏക ദൈവമെന്നും അവനിലൂടെ അല്ലാതെ സ്തോത്രം രക്ഷ സ്വായത്തമാക്കുവാൻ മറ്റു മാർഗങ്ങളില്ലെന്ന് ദൈവവചനം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുമ്പോൾ ഇന്ന് പകൽക്കാലത്തിന്റെ ഹൃദയത്തിൽ യേശുവിനെ സ്വീകരിപ്പാൻ അല്ലെങ്കിൽ യേശുവിനെ സ്വാഗതം ചെയ്ത് സ്തോത്രം നിന്റെ സ്തോത്രം പാർപ്പിടമാകുന്ന ദൈവത്തിന്റെ ആലയമാകുന്ന ഈ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുവാൻ നിനക്ക് നിർബന്ധ ബുദ്ധി ഇന്നുണ്ടോ? പ്രൈസ് ഗോഡ്. സത്യമെന്നും യാഥാർത്ഥ്യമെന്നും തിരിച്ചറിഞ്ഞ ഒന്നിനെയും ലോകം തള്ളിക്കളയുവാൻ ഇതുവരെ തുനിഞ്ഞിട്ടില്ല. നിങ്ങൾ നോക്കൂ, സ്തോത്ര ലോകത്തിൽ ഏതെല്ലാം സ്തോത്രം ഞാൻ വിഷയം വിട്ടു പോകുന്നു ഭയപ്പെട്ടുകൊണ്ട് ഉദാഹരണത്തിലേക്കൊന്നും കടക്കുന്നില്ല. സ്തോത്രം ആകാശ സിനിമകളെ കൈയടക്കുവാൻ മനുഷ്യൻ അധ്വാനം ചെയ്യുന്ന പണം മുടക്കുന്ന സ്തോത്രം കാര്യം നാം കാണുമ്പോൾ സ്തോത്രം സത്യമെന്ന് തോന്നുന്നതിന്റെ പിന്നാലെ മനുഷ്യൻ പരക്കം പായുന്നതിന്റെ ചിത്രമല്ലേ നമ്മുടെ സ്തോത്രം ബുദ്ധിയിൽ ദൈവം നൽകുന്നത്. എന്നാൽ സ്തോത്രം മനുഷ്യനെ മുഴുവൻ സൃഷ്ടിച്ച് അവന് വേണ്ടി സ്വർഗീയ അനുഗ്രഹങ്ങളെല്ലാം ഒരുക്കി അവനെ രക്ഷിപ്പാനുള്ള സ്വർഗീയ പദ്ധതികളെല്ലാം ക്രമീകരിച്ച് അവനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുവാൻ കൈനീട്ടി നിൽക്കുന്ന യേശുവിനെ തിരിച്ചറിഞ്ഞിട്ട് നിന്റെ ജീവിതത്തിൽ സ്വീകരിപ്പാൻ ഒരു നിർബന്ധ ബുദ്ധിയില്ലെങ്കിൽ നിന്നെ പോലെ സ്തോത്ര ഹതഭാഗ്യ മറ്റാരെങ്കിലും ഉണ്ടോ? പ്രൈസ് ഗോഡ്. ഈ സ്ത്രീക്ക് അവളുടെ ജീവിതത്തിൽ ബോധ്യമായി ഈ പുരുഷൻ യഥാർത്ഥ ദൈവപുരുഷനാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? അവളുടെ ജീവിതത്തിലേക്ക് വേഗത്തിൽ ഈ പ്രവാചകനെ സ്വാഗതം ചെയ്തു. പ്രവാചകൻ സ്തോത്രം ഭവനത്തിൽ കയറി സ്തോത്രം അവിടെ പാർത്തു. അവിടെ പാർത്ത് സ്തോത്രം പിന്നെ അവിടെ എഴുതിയിരിക്കുന്നത് അവൻ കൂടെ കൂടെ അവിടെ അതുവഴി പോകുമ്പോഴൊക്കെ അവിടെ സ്തോത്രം പാർക്കും. നാം ഒരു കാര്യം മനസ്സിലാക്കണം, നാം ഒരിക്കൽ കർത്താവിനെ സ്തോത്രം വളരെ ആവശ്യബോധത്തോടെ യാഥാർത്ഥ്യ ബോധത്തോടെ നമ്മുടെ ജീവിതത്തിലേക്ക് നാം സ്വാഗതം ചെയ്താൽ സ്തോത്രം അവൻ നമ്മോട് കൂടെ വന്ന് പാർക്കുന്നത്. കരങ്ങളിയൊക്കെ ഒന്ന് സ്തോത്രം. ആണ്ടിൽ ഒരിക്കൽ പോയി അന്വേഷിച്ച് കണ്ടെത്തി സംതൃപ്തി അടഞ്ഞ് നിർവൃതി അടഞ്ഞ് തിരിച്ചു വരുന്ന പ്രസ്ഥാനമല്ല എന്റെ കർത്താവിനോടുകൂടുള്ള ജീവിതം. പ്രൈസ് ഗോഡ്. ഇന്ന് മതഭക്തി സ്തോത്രം മനുഷ്യനിൽ വർദ്ധിച്ചിട്ട് സീസൺ ഭക്തരായി മനുഷ്യൻ തീർന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. പ്രൈസ് ഗോഡ്. സ്തോത്രം. വേദപുസ്തകം പറയുന്നു അവൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, അവന്റെ ശബ്ദം കേട്ട് നീ വാതിൽ തുറന്നാൽ അവൻ നിന്നോടും നീ അവനോടും കൂടെ അത്താഴം കഴിക്കും എന്ന് പറഞ്ഞാൽ സ്തോത്രം ഒരു വലിയ കൂട്ടായ്മയുടെ സ്തോത്ര ബന്ധം ആരംഭിച്ച് ജീവിതം മുഴുവൻ അത് തുടരുമെന്നാണ് കേട്ടോ. കർത്താവിനോട് കൂടെ ഉള്ള ജീവിതം ഞായറാഴ്ച മാത്രം തീരുന്നതല്ല. സ്തോത്രം. അനേക ബന്ധുക്കോസുകാർക്കും സ്തോത്രം ആരാധനാലയത്തിൽ വരുമ്പോൾ ബന്ധമുണ്ട്, പുറത്തു പോകുമ്പോൾ സ്തോത്രം മറ്റു പലതുമാണ് ബന്ധം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന എല്ലാ വ്യക്തികളോടും ഞാൻ പറയുകയാണ്, യേശുവിനോട് കൂടെയുള്ള നമ്മുടെ ജീവിതം സ്തോത്രം കാലഗതികൾ അനുസരിച്ച് മാറി മറിയേണ്ടുന്ന ഒന്നല്ല. സ്തോത്രം. പിന്നെയോ സ്തോത്രം നീയും നിന്റെ ജീവശ്വാസവും തമ്മിലുള്ള ബന്ധം പോലെ യേശുവായുള്ള ബന്ധം നിരന്തരമായി സ്ഥാപിച്ചിരിക്കേണ്ടതിനാണ് ദൈവം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ശ്രദ്ധിക്കണേ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് അല്ലെങ്കിൽ സംഭവത്തിലേക്ക് വേഗത്തിൽ ഓടിപ്പോകാം. ഇങ്ങനെ സ്തോത്രം ഈ പ്രവാചകൻ ഈ വാത്സല്യ കുടുംബത്തിൽ വന്ന് പാർത്ത് പിന്നെ പോകുമ്പോഴൊക്കെ അവിടെ പാർത്ത് ഇങ്ങനെ സ്തോത്രം സമയം ചെലവഴിച്ചു. ഈ സ്ത്രീ
ഈ പ്രവാചകൻ ഈ വീട്ടിൽ വരുന്നു, പാർക്കുന്നു എന്നുള്ള ആ സന്തോഷത്താൽ എന്ത് ചെയ്തെന്നറിയാം? അവിടെ എഴുതിയിരിക്കുന്നത് അവളുടെ വീടിനോട് ചേർന്ന് ഒരു മാളിക മുറി പണിതു. എന്താ? അവിടെ വീടിനോട് ചേർന്ന് ഒരു മാളിക മുറി പണിതു. അതിനെ ഒന്ന് ഞാൻ വ്യാഖ്യാനിക്കാം. യേശുവുമായി ഒരു ബന്ധത്തിലേക്ക് സ്തോത്രം ആരെങ്കിലും പ്രവേശിച്ചു കഴിഞ്ഞാൽ സ്തോത്രം ഉടൻ തന്നെ അവന്റെ ജീവിതത്തിൽ ആരംഭിക്കുന്നത് ജീവിതമാകുന്ന ഈ മാളികയുടെ പണി തുടങ്ങും. ചിലർക്കാണെങ്കിൽ ഭയങ്കര വിശ്വാസവും ഭയങ്കര തീവ്രതയും അഭിഷേകവും ഒക്കെ, പക്ഷെ ജീവിതത്തിൽ ഒരു വ്യത്യാസവും കാണുന്നില്ല എന്നുള്ളത് ഭയങ്കര സത്യമാണ്. ഒരു കാര്യം പറയാം, യേശുവിനോട് കൂടെയുള്ള നിന്റെ ബന്ധം ആരംഭിച്ച അതോടുകൂടെ നിന്റെ ജീവിതത്തിന്റെ പണി തുടങ്ങുകയാണ്. ഇവിടെ ജീവിതത്തിന്റെ പണി ആരംഭിച്ചത് പ്രവാചകനുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടതിനു ശേഷം. അനേക കുടുംബങ്ങളും തകർന്ന നാമാവശേഷമാകുന്ന ചിത്രം നമുക്ക് ചുറ്റും നഗ്ന സാക്ഷ്യങ്ങളായി നിൽക്കുകയാണ്. കുടുംബ ബന്ധങ്ങളില്ല, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, മനുഷ്യനും സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം, എല്ലാ ബന്ധങ്ങളും തകർന്ന് ഇവിടെ സ്തോത്രം മനുഷ്യ സംസ്കാരത്തിന്റെ ശവപ്പറമ്പായിരിക്കുന്ന ഒരു സംസ്കാരത്തിലാണ് ഞാൻ നീയും ജോലി ചെയ്ത് ജീവിക്കുന്ന എന്നുള്ള മഹാസത്യം മനസ്സിലാക്കണം. ചേരയെ തിന്നുന്ന നാട്ടിൽ ചെല്ലുമ്പോൾ നടുത്തുണ്ടം തിന്നുകൊണ്ട് ജീവിക്കാമെന്നുള്ള തത്വശാസ്ത്രത്തിന് നീ ഉടമയായാൽ സ്തോത്രം ഒരു കാര്യം ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നതിൽ എനിക്ക് സ്തോത്രം വൈമനസ്യം. നീ നിന്റെ ജീവിതം സ്തോത്രം വലിയ ദുരന്തത്തിലേക്കാണ് സ്തോത്രം ചവിട്ടി ചുവടുകൾ വെക്കുന്നതെന്ന് യേശുവിന്റെ നാമത്തിൽ വിളിച്ചു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യന്റെ സകല ജീവിത പണിയും ആരംഭിക്കുന്നത് അവന്റെ ദൈവത്തെ അവന്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് തുടക്കം മുതലാണ്. നിന്റെ ജീവിതത്തിന്റെ പണി തുടങ്ങണമെങ്കിൽ, നിന്റെ ബന്ധത്തിന്റെ പണി തുടങ്ങണമെങ്കിൽ, നിന്റെ ജീവിതത്തിന് അടിസ്ഥാനമിടണമെങ്കിൽ ദൈവമായുള്ള അടിസ്ഥാനം ആദ്യമായി സ്തോത്രം സംരക്ഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോകാം. ആ മാളിക മുറിയിൽ ഈ പ്രവാചകൻ വന്ന് പാർത്തിട്ട് ഒരു ദിവസം രാവിലെ വീട്ടിൽ നിന്ന് യാത്ര ചോദിച്ച് പുറത്തോട്ട് ഇറങ്ങാൻ നേരത്ത് സ്തോത്രം ശൂന്യകാര്യത്തെ വിളിച്ച് അല്ലെങ്കിൽ ആ സ്ത്രീയെ വിളിച്ച് ചോദിച്ചു, ഒരു കാര്യം നിന്നോട് ചോദിക്കാൻ പല പ്രാവശ്യം ഞാൻ ഓർത്തതാണ്, എന്റെ ഭാവനയിൽ പറയും, പക്ഷെ ഇതുവരെ ചോദിക്കാൻ എന്റെ മനസ്സിൽ സ്തോത്രം തോന്നിയില്ല, അല്ലെങ്കിൽ എനിക്ക് അതിന് സാധിച്ചില്ല. ഇപ്പൊ ഞാൻ നിന്നോട് ചോദിക്കുക, ഈ മാളിക മുറിയിലൊക്കെ പാർത്തിട്ട് തിരിച്ച് ഇറങ്ങി പോകുമ്പോൾ നിന്നോട് ചോദിക്കുവാൻ ഒരു ചോദ്യം ദൈവം എന്റെ ഹൃദയത്തിൽ തന്നു. എന്താണെന്ന് അറിയാമോ? നീ ഇത്ര താല്പര്യത്തോടെ ഇത്ര ആത്മാർത്ഥതയോടെ എനിക്ക് വേണ്ടി ഈ മാളിക മുറി പണിതില്ലേ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യും? Praise God. പലരുടെയും ദൈവത്തിന്റെ പിന്നാലെയുള്ള യാത്ര നമ്മൾ കണ്ടാൽ സ്തോത്രം ഹല്ലേലൂയ. ഞാൻ സ്തോത്രം പരിഹസിക്കാനോ അല്ലെങ്കിൽ സ്തോത്രം നിങ്ങളെ ആരെയും അല്ലെങ്കിൽ എന്നെയോ സ്തോത്രം ഹല്ലേലൂയ ഏതെങ്കിലും ഒരു തരംതാഴ്ന്ന നിലയിൽ കണ്ടുകൊണ്ട് സംസാരിക്കുന്നു. പലരുടെയും ദൈവത്തിന്റെ പിന്നാലെയുള്ള അവരുടെ യാത്രയുടെ ഒക്കെ പ്രഥമ അല്ലെങ്കിൽ ആദ്യത്തെ ആഗ്രഹം ദൈവത്തെ സേവിച്ചാൽ എന്തെങ്കിലും ആദ്യമേ കിട്ടണം. ആ കിട്ടുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? പിന്നെയും സേവനം കൂടി വരും. ഇത് മതത്തിന്റെയും സ്തോത്രം ഹല്ലേലൂയ മതങ്ങളുടെയും ലക്ഷ്യമാണ്. പ്രൈസ് ഗോഡ്. ദൈവത്തെ നാം സേവിക്കുന്നത് ഇന്ന് അനേക പെന്തക്കോസ്തുകാരല്ല മറ്റനേക ക്രിസ്ത്യാനികളെ കുറിച്ച് നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ദൈവം ഒരു ഉപഭോഗ വസ്തുവാണ്. രോഗം വരുമ്പോൾ സൗഖ്യമാക്കണം, വിസ തീരുമ്പോൾ വിസ കിട്ടണം, വർക്ക് പെർമിറ്റ് ഇല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് കിട്ടണം. സ്തോത്രം ഇതൊക്കെ ആവശ്യമാണ്. ഇതൊന്നും ഞാൻ നിഷേധിക്കുകയല്ല.
നമ്മുടെ ആവശ്യങ്ങളെല്ലാം സ്തോത്രം മഹത്വത്തോടെ തന്നെ ധനത്തിനൊത്തവണ്ണം പൂർത്തീകരിച്ചു തരുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് ഞാൻ നിങ്ങൾ സേവിക്കുന്നവൻ. പക്ഷേ എന്റെ പരമപ്രധാനമായ ലക്ഷ്യം അതല്ല, പിന്നെയോ ജീവിതത്തിന്റെ ആത്യന്തിക സത്യമാണ്. വേദപുസ്തകം പറയുന്ന മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവർക്ക് അതോട് കൂടെ സകലതും നൽകുന്നവനാണ് ദൈവം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ നിന്റെ സൗഖ്യം എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ വളരെ വിലയേറിയ കാര്യമാണ്. നിന്റെ തൊഴിൽ എന്റെ ദൈവത്തിന്റെ കാര്യത്തിൽ അവന്റെ ഹൃദയത്തിൽ വളരെ പരിഗണനയുള്ള കാര്യമാണ്. എന്നാൽ സ്തോത്രം നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഏറ്റവും മുൻപിലായി എന്ത് കാണണമെന്നറിയാമോ? ജീവന്റെ ദാതാവായ ദൈവമേ, ജോലിയേക്കാൾ മറ്റുള്ള പലതിനേക്കാളും നീയാണ് എനിക്ക് വലിയവൻ. എന്റെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യവും ഉദ്ദേശവും അർത്ഥവും നീയാണ്. ഈ സ്ത്രീയെ നിങ്ങൾ നോക്കൂ. ഈ സ്ത്രീ പ്രവാചകന് വേണ്ടി വളരെ അധ്വാനിച്ചു, വളരെ പ്രവർത്തിച്ചു. സ്തോത്രം അവിടെ സ്വാർത്ഥമായ എന്തെങ്കിലും താല്പര്യത്തിന് വേണ്ടിയല്ല, പിന്നെ ഒരു പരമമായ സത്യം അവൾ മനസ്സിലാക്കിയത്. അവൻ വിശുദ്ധനായ ദൈവപുരുഷൻ. പക്ഷേ അവരുടെ ജീവിതത്തിന്റെ നിർണായക ഘട്ടത്തിൽ ഇതാ പ്രവാചകൻ അവനോട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു? ഞാനൊരു കാര്യം പറയാം. നീ ഒത്തിരി നാള് പ്രാർത്ഥിച്ചു, നീ ഒത്തിരി നാൾ ആഗ്രഹിച്ചു. പക്ഷെ ആഗ്രഹത്തെക്കാളെല്ലാം ഉപരിയായി നീ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് നീങ്ങുന്നെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ നിർണായക ഘട്ടത്തിൽ അവൻ നിന്നോട് അടുത്തു എന്ന് ചോദിക്കും, നീ എന്നെ ഇത്ര ആത്മാർത്ഥമായി സ്നേഹിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു? കരങ്ങളുയർത്തി ഒന്ന് സ്തോത്രം. നീ ഒരു പക്ഷേ വിചാരിക്കും, കർത്താവേ എന്റെ പ്രതിസന്ധി കാണുന്നില്ലേ, പ്രയാസം നീ കാണുന്നില്ല, ഏകാന്തത കാണുന്നില്ല, എന്റെ ചോദ്യം എന്റെ ജീവിതം മുഴുവൻ അർത്ഥശൂന്യമായി എന്റെ മുമ്പിൽ നിൽക്കുന്നത് നീ കാണുന്നില്ലേ? പക്ഷെ ഒരു കാര്യം നീ മനസ്സിലാക്കണം, എത്രയെല്ലാം ചോദ്യങ്ങൾ നിന്റെ മുമ്പിൽ അവശേഷിക്കുന്നെങ്കിലും നീ ദൈവത്തെ ദൈവമെന്നോർത്ത് സേവിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി അവന്റെ പിന്നാലെ നീ സ്തോത്രം ഹല്ലേലൂയ വേദനയുള്ള ഹൃദയത്തോടെ നീങ്ങിയെന്ന് പറഞ്ഞാലും ഒരു ദിവസം അവൻ തന്റെ സകല സ്നേഹത്തിന്റെ ഊഷ്മളഭാവം വെളിപ്പെടുത്തിക്കൊണ്ട് നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങിയെന്ന് ചോദിക്കും, മകളെ നീ എന്നെ സ്നേഹത്തോടെ അനുധാവനം ചെയ്തു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? കരങ്ങളിൽ സ്തോത്രം. എന്റെ ദൈവം സ്നേഹവാനായി, അവൻ കൈവിടുന്നവനല്ല, അവൻ മാറുന്നവനല്ല. ഞാൻ വേഗത്തിൽ ഉപസംഹരിക്കാം. ഈ സ്ത്രീക്ക് സ്തോത്രം നിങ്ങൾ ശ്രദ്ധിക്കണേ. ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീത്വം പൂർണ്ണമാകുന്നത് എവിടാണെന്നറിയാമോ? സ്ത്രീത്വം പൂർണ്ണമാകുന്നത് അവിടെ സ്തോത്രം ഹല്ലേലൂയ അല്ലെങ്കിൽ അവിടെ കുടുംബ ജീവിതത്തിൽ സ്തോത്രം അവിടെ സ്ത്രീത്വം പൂർണ്ണമാകുന്നത് അവിടെ കയ്യിൽ അവിടെ പിഞ്ചോമനകളെ വാരിപ്പുണരുക. ഇന്ന് കാഴ്ചപ്പാട് മാറി. സ്തോത്രം. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ സ്ത്രീയുടെ സ്ത്രീത്വം പൂർണ്ണമാക്കുന്നത് അവിടെ കരങ്ങൾ കൊണ്ട് ദൈവങ്ങൾക്ക് നൽകുന്ന സന്താന സൗഭാഗ്യം മാറോടനച്ച് താലോലിക്കുകയാണ്. എനിക്കറിയാം, എന്റെ മുത്തമങ്ങൾ സ്തോത്ര വിവാഹം കഴിഞ്ഞ് ദീർഘവർഷങ്ങൾ സ്തോത്ര മക്കളില്ലായി. അവരുടെ വേദന ഇപ്പോഴും എന്റെ മനസ്സിൽ പ്രതിധ്വനിക്കുന്നുണ്ട്. സ്തോത്രം. ഒരിക്കൽ എന്റെ സ്തോത്ര അമ്മയുടെ ഒരിക്കൽ എന്റെ മൂത്ത പെങ്ങൾ എന്ന് പറഞ്ഞു, ഒരു മാംസ പെണ്ണമെങ്കിലും പ്രസവിച്ച് മച്ചി എന്നുള്ള പേര് മാറിക്കിട്ടുവാൻ ഞാൻ കൊതിക്കുന്നു. കണ്ണിലൂടെ രക്തക്കറകൾ പൊടിച്ചു. സ്തോത്രം ഹല്ലേലൂയ. അവർക്ക് 3 മക്കളെ ദൈവം കൊടുത്തു. കരങ്ങളുയർത്തി ഒരു മാംസ പിണ്ണത്തെയെങ്കിലും പ്രസവിച്ച് സ്തോത്രം ആ പേരൊന്ന് മാറ്റിക്കിട്ടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ കയ്യിൽ ദൈവം ഹല്ലേലൂയ മനോഹര രൂപികളായ പിഞ്ചോമനകളെ തരുമ്പോൾ അതിന്റെ കരങ്ങളിൽ എടുത്തുകൊണ്ട് ദൈവത്തെ നിങ്ങൾ എത്ര തവണ നന്ദി പറഞ്ഞാലും ആരാധിച്ചാലും സ്തോത്രം ചെയ്താലും അധികമാകയില്ല. നിന്നെ പോലെയുള്ള എത്രയോ ജീവിതത്തിന് ഹല്ലേലൂയ അർത്ഥപൂർണത കാണുവാൻ കഴിയാതെ വേദനയോടെ ഉറക്കമില്ലാത്ത രാവുകൾ പിന്നിടുന്നുണ്ടെന്നറിയാമോ? ഇന്ന് പകൽക്കാലം നീ ദൈവത്തെ സ്തുതിച്ചില്ലെങ്കിൽ നിന്നെ പോലെ നന്ദി കെട്ടവൻ ലോകത്തിൽ മറ്റാരും ഉണ്ടായിരിക്കില്ല. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ സ്ത്രീക്ക് ഒരു മകനെ ലഭിച്ചു. ദീർഘമായ കാത്തിരിപ്പിന്റെയും ദീർഘമായ പ്രാർത്ഥനയുടെയും ദീർഘമായ ദൈവസേവയുടെ ഒക്കെ പരിണിത ഫലമായി അവൾക്കൊരു മകനെ ലഭിച്ചു. ശ്രദ്ധിക്കണേ, സംഭവിച്ചത് എന്താണ്? ഒരു മകനെ ലഭിച്ചു. മകനെ സ്തോത്രം അവൾ താലോലിച്ച് പൊന്നോമന പോലെ വളർത്തി.
ഈ വളർത്തിയ മകൻ ഒരു സ്തോത്രം വളർന്നൊരു പ്രായപരിധി എത്തിയപ്പോൾ വേദപുസ്തകം പറയുന്നു അവൻ അപ്പനോടുകൂടെ വയലിലായിരുന്നു. അവരപ്പനോടുകൂടെ ഒരു കൊയ്ത്തുകാലത്ത് വയലിലായിരുന്നു. ഈ വേദപുസ്തകം വായിക്കണം, നിങ്ങൾ വീട്ടിൽ പോയി. അപ്പോൾ നിങ്ങൾ ചരിത്രം മനസ്സിലാക്കാൻ അപ്പനോടുകൂടെ കൊയ്ത്തുകാലത്ത് വയലിലായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, കൊയ്ത്തുകാലം എന്ന് പറഞ്ഞാൽ സ്തോത്ര സന്തോഷത്തിന്റെ, ആർപ്പിന്റെ, പാട്ടിന്റെ, ചിരിയുടെ, സംതൃപ്തിയുടെ, നിർവൃതിയുടെ ഒക്കെ സമയമാണ് കൊയ്ത്തുകാലം. പക്ഷേ സ്തോത്രം സംഭവം ഇവിടെ തകിടം മറിയുകയാണ്. മനസ്സിലായോ? കൊയ്ത്തുകാലത്ത് അപ്പനോടുകൂടെ മകൻ വയലിലായിരിക്കുമ്പോൾ മകൻ എന്റെ തല എന്ന് വിളിച്ചുകൊണ്ട് ഉറക്കം നിലവിളിച്ചു. അവൻ സ്തോത്രം വേഗത്തിൽ ഓടുകയും മകനെ സ്തോത്രം അമ്മയുടെ അരികിൽ കൊണ്ടുവന്നു. അമ്മയുടെ മടിയിൽ തല ചായ്ച്ചുകൊണ്ട് ഈ മകൻ എന്നേക്കുമായി സ്തമിച്ചു. എന്നേക്കുമായി എന്ന് ഹല്ലേലൂയ സ്തോത്രം മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ നിന്നുള്ളവ ഹല്ലേലൂയ വർത്തമാനം ഞാൻ പറഞ്ഞത്. അവൻ തല ചായ്ച്ചു മരിച്ചു. ഇവിടെയാണ് അവന്റെ കുറിവാക്യത്തിന്റെ പ്രസക്തി. ശരണത്തിനായി ഓടി വരുന്ന നാം മാറാത്തത്. ശരണത്തിനായി ഓടി വരുന്ന ഞാൻ മാറാത്തതും ദൈവത്തിന് ഭോഷ്ക് പറയുവാൻ കഴിയാത്തതുമായ രണ്ട് കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു. ആ പ്രത്യാശ ആത്മാവിന്റെ നങ്കൂരമാകുന്നു. അത് തിരശ്ശീലയ്ക്ക് അകത്തേക്ക് നടക്കുന്നത് നിശ്ചയവും സ്ഥിരമാകുന്നു. സ്തോത്രം, നിങ്ങൾ ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ, ഈ പിഞ്ചോമന മകന്റെ ഹല്ലേലൂയ സ്തോത്രം ശവശരീരം ഈ മാതാവിന്റെ മടിയിൽ സ്തോത്രം നിശ്ചല രൂപിയായി നിലനിൽക്കുകയാണ്. എന്താ സംഭവിച്ചെന്നറിയാമോ? നിങ്ങൾ ആ ഭാഗത്തെ നിങ്ങളൊന്ന് നിങ്ങളുടെ മനസ്സിലൊന്ന് കാണാൻ ശ്രമിച്ച് സ്തോത്രം ഒത്തിരി ചോദ്യങ്ങളുടെ മറുപടിയാണ്, ഒത്തിരി വേദനകളുടെ കാത്തിരിപ്പിന്റെ പരിണിതഫലമായി ഒക്കെ ലഭിച്ച പ്രാർത്ഥനയുടെ മറുപടി. ഈ സ്തോത്രം ഹല്ലേലൂയ കാത്തിരിപ്പിന്റെ ഒക്കെ സ്തോത്രം ഹല്ലേലൂയ സ്തോത്ര സന്തോഷം അനുഭവിക്കുവാൻ എല്ലാ സ്തോത്രം അന്ധകാരവും മാറി പ്രകാശമാനമായ ഒരു കൊയ്ത്തിന്റെ കാലമായപ്പോൾ ഇതാ സ്തോത്രം ഹല്ലേലൂയ ഇവൾക്കെതിരെയുള്ള പ്രതിസന്ധിയാകുന്ന ഈശാനമൂലൻ അവൾക്കെതിരെ അടിക്കുവാൻ തുടങ്ങി. ഇതിനെക്കുറിച്ചൊരു വേദപുസ്തകം ഹല്ലേലൂയ ചിന്തകൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: every fruits of God's visitations are under attack. സ്തോത്രം ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാമോ? ദീർഘനാളുകളായി അവളുടെ ഹല്ലേലൂയ അവളുടെ സ്തോത്രം ഉദരത്തെ അടച്ച് അവളിലൂടെയുള്ള തലമുറകളിലൂടെയുള്ള സന്തതി സൗഭാഗ്യങ്ങളെ നൽകിയില്ല എന്ന് പറഞ്ഞ് അവരുടെ മേലെ സ്തോത്രം മുദ്ര വെച്ചിരുന്ന പിശാചിന്റെ ഹല്ലേലൂയ സ്തോത്രം മുദ്രയെ പൊട്ടിച്ചാണ് അവരുടെ ജീവിതത്തിൽ ദൈവാത്ഭുതം പ്രവർത്തിച്ചത്. അത്ഭുതം പ്രവർത്തിച്ച ദിവസം മുതൽ ശത്രു അവനെ ലക്ഷ്യം വെച്ചു. മനസ്സിലായോ? Every fruits of God's visitation are under attack. But hallelujah എന്നാൽ പ്രാർത്ഥനയുടെ മറുപടി കൺമുമ്പിൽ നിശ്ചലമായപ്പോൾ ഈ സ്ത്രീയുടെ വിശ്വാസം അവിടെ ഉള്ളിൽ സടകുടഞ്ഞെഴുന്നേറ്റു. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് മുമ്പിലുള്ള നിങ്ങളുടെ കയ്യിലുള്ള സകലതും നഷ്ടമായെന്ന് വന്നാലും നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസം നഷ്ടമാകരുത്. സ്തോത്രം. വേദപുസ്തകം പറയുന്നു ദാവീദ് അവന് നഷ്ടപ്പെട്ടതൊക്കെ മടക്കി കൊണ്ടുവന്നു. ഈ സ്ത്രീ ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളും ഒരു നിമിഷം കൊണ്ട് തകർന്നടിഞ്ഞപ്പോൾ അവൾ സ്തോത്രം അവളിലുള്ള വിശ്വാസം സടകുടഞ്ഞെഴുന്നേറ്റിട്ട് അവൾ സ്തോത്രം എന്ത് ചെയ്തെന്നറിയാമോ? അവൾ ശരണത്തിനായി എന്ത് ചെയ്യാണ്? ഓടുകയാണ്. ഒരിക്കൽ പ്രവാചകൻ പറഞ്ഞു സ്തോത്രം, ഞാൻ പറയുന്നത് ഭോഷ്കല്ല, വരുന്ന വർഷം ഈ സമയത്തിന് നിനക്കൊരു മകനെ ലഭിക്കുമെന്ന് ഒരിക്കൽ അരുളി ചെയ്ത പ്രവാചകന്റെ വാക്ക് ഹല്ലേലൂയ സ്തോത്രം അന്നത്തേക്ക് മാത്രമല്ല ഇന്നത്തേക്കും ഇനി എന്നത്തേക്കും അത് മതിയായതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ നിനക്കൊരു മകനെ നൽകും എന്നുള്ള വാഗ്ദത്തം ഏറ്റെടുത്തുകൊണ്ട് ചത്ത ശവശരീരം എടുത്ത പ്രവാചകന്റെ കട്ടിലിൽ വെച്ചിട്ട് ഈ സ്ത്രീ ശമരിയിലേക്ക് ഓടി. ശരണത്തിനായി ഓടി വരുന്ന ഞാൻ മാറാത്തതും Glory to God. Amen. Glory to God. ഇവിടെ ആദ്യം സ്തോത്രം ഹല്ലേലൂയ ചെറിയ സംഭവം ഇടയ്ക്കുണ്ട്. അപ്പോൾ ആദ്യം അവന്റെ ഭർത്താവിന്റെ അരികിൽ ചെന്ന് പറഞ്ഞു, യജമാനൻ എനിക്ക് ശബരിയോളം പോകണം, പ്രവാചകന്റെ അരികിൽ ഹല്ലേലൂയ ഇന്ന് തന്നെ എത്തണം. ഹല്ലേലൂയ കാരണം അവനാണ് പറഞ്ഞത് എനിക്കൊരു മകനെ വാഗ്ദത്തമായി നൽകാമെന്ന്.
ശരണമായി അവന്റെ പാദപീഠമാണുള്ളത്. എനിക്ക് അവന്റെ അരികിൽ എത്തണം. അതുകൊണ്ട് സ്തോത്രം, നീ എനിക്കൊരു ബാല്യക്കാരന് ഒരു കഴുതയും തരണം. അവനിരുന്ന് അല്പസമയം ചിന്തിച്ചേച്ച് അവനൊരു നല്ല ആശയം അവന്റെ മനസ്സിൽ വേഗത്തിൽ അങ്കുരിച്ചു. അവൻ പറയുക, അവൻ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് ഭാഗം വായിക്കണം. ആ ഭാഗത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, സ്ത്രീയോട് സ്വന്തം ഭർത്താവ് പറയുകയാണ്, ഇന്ന് അമാവാസിയല്ല, ഇന്ന് ശബത്തുണ്ട്. ഞാൻ നിർത്തിയേ, ഇന്ന് അമാവാസിയുമല്ല, ഇന്ന് ശബത്തുമല്ല. ശ്രദ്ധിക്കണേ, ഇന്ന് അമാവാസിയുമല്ല, ശബത്തുമല്ല. സ്തോത്രം. അതിന്റെ അർത്ഥം ഞാൻ ഒരു വാക്കിൽ വിശദീകരിക്കാം. ശ്രദ്ധിക്കണേ, ഇന്ന് അമാവാസിയുമല്ല, ശബത്തുമല്ല. അപ്പൊ ഇവന് അമാവാസിയെ കുറിച്ചറിയാം, ശബത്തിനെ കുറിച്ചറിയാം, പ്രാർത്ഥനയെ കുറിച്ചറിയാം. സ്തോത്രം, ഹല്ലേലൂയ. മതത്തിന്റെ, ശ്രദ്ധിക്കണേ, മതത്തിന്റെ ആചാരങ്ങളെയും മതത്തിന്റെ അനുഷ്ഠാനങ്ങളെയും മതത്തിന്റെ സ്തോത്രം ഹാലയും തത്വശാസ്ത്രങ്ങളെയും ഒക്കെ എല്ലാം അറിയാം. ഇന്ന് അമാവാസിയല്ല, ശബത്തുമല്ല എന്ന് പറഞ്ഞാൽ നീ പോയിട്ടൊരു ഗുണവുമില്ല. കാരണം അമാവാസിയെ സമത്വമല്ല ആയിരുന്നെങ്കിൽ പ്രവാചകൻ എന്ത് ചെയ്തേനെ? സ്തോത്രം അവിടെ ഉണ്ടായിരുന്നേനെ. അവിടെ നടക്കുന്ന കൂദാശകൾ കൊണ്ടോ പ്രാർത്ഥനകൾ കൊണ്ടോ കർമ്മങ്ങൾ കൊണ്ടോ എന്തെങ്കിലും ഒരു അത്ഭുതം നിനക്ക് പ്രതീക്ഷിക്കാറുണ്ട്. പക്ഷെ ഇന്ന് സ്തോത്ര സമയം തെറ്റിപ്പോയി. സ്തോത്രം. ഒരു കാര്യം മനസ്സിലാക്കണം, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ദൈവം സമയപരിധിക്കുള്ളിൽ ഒതുങ്ങുന്നവൻ, സ്ഥലപരിമിതിക്കുള്ളിൽ ഒതുങ്ങുന്നവൻ, പുണ്യസ്ഥലങ്ങളിൽ ഒതുങ്ങുന്നവൻ. സ്തോത്രം, ഹല്ലേലൂയ. പള്ളിക്കുള്ളിൽ ഒതുങ്ങുന്നവൻ. അവൻ സ്തോത്രം ഒതുങ്ങുന്നത് എവിടെയാണെന്നറിയാമോ? അവന്റെ സ്തോത്ര രക്ഷയ്ക്കായി കാക്ഷിച്ചുകൊണ്ട് അവന്റെ സന്നിധിയിലേക്ക് ഓടിച്ചെല്ലുന്ന ഒരു സാധാരണക്കാരന് ആവശ്യത്തിന്റെ മുൻപിൽ സ്തോത്രം സ്വർഗസിംഹാസനങ്ങൾ ഹല്ലേലൂയ വിട്ടിറങ്ങി താളലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ആകാശം കീറി ഇറങ്ങി വന്ന് ഒരു ഭക്തനെ, ഒരു സ്തോത്രം ശരണം അന്വേഷിക്കുന്ന ഒരുവനെ സംതൃപ്തനാക്കുന്നവനാണ് ദൈവം. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. അവൻ ഹല്ലേലൂയ പ്രത്യേക സമയങ്ങളിൽ കണ്ടെത്താകുന്നവനാണെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം സമയം ഹല്ലേലൂയ അസമയത്ത് നടക്കുന്ന കാര്യത്തിൽ അവനൊന്നും ചെയ്യാനൊക്കത്തില്ല. അവന്റെ സ്ഥലത്ത് മാത്രം ഇരിക്കുന്നവനാണെങ്കിൽ സ്തോത്രം ആ സ്ഥലത്ത് ചെന്നെത്താനൊക്കാത്തവർക്ക് രക്ഷയില്ല. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ വെച്ചു നോക്കിക്കേ. പക്ഷേ എന്റെ ദൈവമോ ഹല്ലേലൂയ വേദപുസ്തകം പറയുന്നു, എന്റെ ദൈവമോ അവൻ സമയഭേദം കൂടാതെ കൃപാസനത്തോടടുത്തു വരുന്നവരെ സഹായിപ്പാൻ സദാ സന്നദ്ധനാണ്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചു. നിന്നെ രക്ഷിക്കുന്ന ദൈവം, നിന്നെ വെടിവെക്കുന്ന ദൈവം, നിന്നെ രക്ഷിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവം, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ ആഗ്രഹിക്കുന്ന ദൈവം സദാ പ്രവർത്തിക്കുന്നവരാണ്. എപ്പോഴും സർവശക്തനായി നിനക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. അവൾ വേഗത്തിൽ സ്തോത്രം ഹല്ലേലൂയ. ഈ ഭർത്താവ് പറഞ്ഞ മറുപടിയായി സ്തോത്രം അവൾക്ക് മനസ്സിലായി, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ പറഞ്ഞേ എന്റെ ജീവിതത്തിൽ ഒരു പരമാർത്ഥ സത്യം ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളൂ. ജീവിതത്തിൽ വളരെ അടിയന്തരമായ സങ്കീർണമായ ആവശ്യങ്ങളുടെ നടുവിൽ പല കരങ്ങളിലേക്കും പല ദിശകളിലേക്കും ഒരു സഹായം ഏതെങ്കിലും നിലയിൽ ലഭിക്കുമെന്ന് നിരാശയുടെ അടിത്തട്ടിൽ നിന്ന് ഉളവാകുന്ന ആ ചിന്ത കൊണ്ട് പലപ്പോഴും പല ആശ്രയങ്ങളും അഭയങ്ങളും ഒക്കെ ജീവിതത്തിൽ മനുഷ്യനായതുകൊണ്ട് സ്തോത്രം മനുഷ്യ ശരീരത്തിൽ പാർക്കുന്ന ബലഹീനനായതുകൊണ്ടുണ്ടായി. ഒരു സത്യം പറയാം, ദൈവം നമുക്ക് മറുപടി തരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം സകല വഴികളും അടയ്ക്കും. പ്രൈസ് ഗോഡ്. അതിന്റെ അർത്ഥം ദൈവം നൂലെ കെട്ടി ഇങ്ങോട്ട് ഇറക്കി തരുമെന്നല്ല. നമ്മൾ ആഗ്രഹിക്കാത്ത, നമ്മൾ ചിന്തിക്കാത്ത, നമ്മുടെ ബുദ്ധിക്കെത്താത്ത, നമ്മുടെ ഹല്ലേലൂയ ഈ ബുദ്ധിയുടെ പരിമിതിക്കപ്പുറമായ ദൈവിക വഴികളിലൂടെ പ്രവർത്തിക്കുന്നവരാണ്. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം. ഈ സ്ത്രീ ഓടി പ്രവാചകന്റെ അരികിൽ ചെന്നു. പ്രവാചകന്റെ അരികിൽ ചെന്ന് പറഞ്ഞ വാക്കുകളാണ് നാം ആ സ്തോത്രം 30-ാമത്തെ വാക്യത്തിൽ. എന്ത്? യജമാനനെ, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല. നിങ്ങൾക്ക് ആർക്കും ധൈര്യമായി ദൈവത്തോട് പറയാം, ദൈവമേ നീ എന്റെ ദൈവമാണ്, എന്റെ ഈ ആവശ്യത്തിൽ
ഞാൻ നിന്നെ എന്ന് പറഞ്ഞേ, ഞാൻ നിന്നെ വിടുകയില്ല. ഭക്തനായ യാക്കോബിന്റെ കരവലയത്തിനുള്ളിൽ ലോകം മുഴുവൻ അടക്കാൻ കഴിയാത്ത ദൈവം ഒതുങ്ങി. രാശിയുടെ വേദനയുടെ സ്തോത്രം ഹല്ലേലൂയ, അന്ധകാരാവൃതമായ വേദനയുടെ നടുവിൽ ഓടിച്ചെന്ന് നിലവിളിച്ച ഈ സ്ത്രീയുടെ, ബലഹീന സ്ത്രീയുടെ ഹല്ലേലൂയ ഹൃദയവേദനയുടെ നടുവിൽ സ്വർഗ്ഗം നിന്നു. ഞാനും നീയും സേവിക്കുന്ന ദൈവം, ഞാനും നീയും അഭയം പ്രാപിച്ചിരിക്കുന്ന ദൈവം ആരെന്നറിയാമോ? എന്റെയും നിന്റെയും വേദനയുടെ നടുവിൽ എനിക്കും നിനക്കും വേണ്ടി ഇറങ്ങി വരുന്നത്. ദാവീദ് അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്, ദൈവമേ തകർന്ന ഹൃദയം, നുറുങ്ങിയ മനസ്സ്. ആ നുറുക്കത്തിന്റെ ആഴം ഒരു പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഗ്രഹിക്കുവാൻ കഴിയും. ആ സാഹചര്യത്തിലൂടെ ഞാനും നീ പോകുമ്പോൾ മാത്രമേ മനസ്സിലാക്കൂ. നുറുങ്ങിയ ഹൃദയം, തകർന്ന മനസ്സ്. ദൈവമേ നീ ഒരു നാളും നിരസിക്കും. വേദപുസ്തകം പറയുന്നു, അവൻ അവളോട് കൂടെ എഴുന്നേറ്റ് പോയി. പ്രവാചകന്റെ കട്ടിലിൽ കിടന്നിരുന്ന ആ മകന്റെ മേൽ അവൻ സ്തോത്രം ചെന്ന് കിടന്നു. അവനെ വീണ്ടും ജീവിപ്പിച്ച് ഈ സ്ത്രീയുടെ കയ്യിൽ തന്റെ വാഗ്ദത്തത്തെ സ്തോത്രം ശരണത്തിനായി ഒന്ന് പറഞ്ഞേ, ശരണത്തിനായി ഓടി വരുന്ന നാം മാറാത്തത്, ദൈവത്തിന് ഭോഷ്ക് പറയുവാൻ കഴിയാത്തതുമായ രണ്ട് കാര്യങ്ങളാണ്. സത്യതയുള്ള പ്രബോധനം പ്രാപിപ്പാനിടവരുന്നു. ആ പ്രത്യാശ നമ്മുടെ ആത്മാവിന്റെ നങ്കൂരമാണ്. അത് സ്തോത്രം തിരശീലക്കകത്തേക്ക് കടക്കുന്നതും നിശ്ചയ സ്ഥിരമാണ്. അവിടേക്ക് യേശു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനായി പ്രവേശിച്ചു. എന്റെയും നിന്റെയും പ്രാർത്ഥന കേൾക്കുന്നവൻ സ്വർഗസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് എനിക്കും നിനക്കും വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഇന്ന് പകൽക്കാലം നിന്റെ പ്രാർത്ഥന കേൾക്കുവാൻ ആവേശം. ഒരു നിമിഷം കണ്ണുകളടയ്ക്കുന്നു.